മീമാംസാനുക്രമണികയിൽ 3 അധികരണങ്ങളാണ് നോക്കിയത്. വേദം തന്നെയാണ് വിഹിത കർമ്മങ്ങൾക്ക്, ആചരണങ്ങൾക്ക് പ്രമാണം. വേദത്തിലുള്ള പ്രാമാണ്യം എങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നുണ്ട്. മറ്റ് പ്രമാണങ്ങൾ ഇവിടെ പ്രവൃത്തമാകുന്നില്ല. അതിന് കാരണവും അടുത്ത് വരുന്ന അധികരണങ്ങളിൽ പറയും. ഈ വിഹിതമായ കർമ്മങ്ങൾ ഉദ്ദേശിക്കുന്നത് മോക്ഷത്തെയാണ്. 4 പുരുഷാർത്ഥങ്ങളിലൂടെ മോക്ഷത്തിലെത്തിക്കുക. മോക്ഷത്തിലെത്തിക്കുന്ന കർമ്മം എന്താണ്, കർമ്മസംബന്ധം എന്താണ് എന്ന് മറ്റ് പ്രമാണങ്ങൾക്ക് അറിയാൻ സാധ്യമല്ല. അതാണ് അതിൻ്റെ മുഖ്യമായ കാരണം. ഇപ്പോൾ 3-ാമത്തെ അധികരണത്തിൽ ഈ വിചാരശാസ്ത്രം, അതിൻ്റെ പൂർണ്ണമായ വിഷയങ്ങളെല്ലാം വിചാരം ചെയ്തറിയണം. അതിൻ്റെ പ്രാമാണ്യത്തിലും വിചാരം ചെയ്യണം എന്നറിഞ്ഞു. ഇനി സത്സംപ്രയോഗാധികരണമെന്ന് പേരുള്ള 4-ാമത്തെ അധികരണമാണ്. അന്യപ്രാമാണ്യസിദ്ധൗഹി എന്നവിടെ ശ്ലോകം കൊടുത്തിട്ടുണ്ട്. അല്ലെ വിഷയം പ്രത്യക്ഷ അനുമാനാദീന്യേവ കസ്മാത് ന ഭവന്തി ധർമ്മേപി പ്രമാണാനീതി. ഇത് സംഗതിയാണ്. പ്രത്യക്ഷ അനുമാനങ്ങൾ തന്നെ എന്തുകൊണ്ട് ധർമ്മവിഷയത്തിലും പ്രാമാണ്യമാകുന്നില്ല, പ്രമാണമാകുന്നില്ല? വേദം തന്നെയാണ് ധർമ്മത്തിൽ പ്രമാണമെന്ന് സിദ്ധാന്തം പറഞ്ഞു. അപ്പോഴുണ്ടായ സംശയമാണ്. അതിൻ്റെ തന്നിവൃത്യർത്ഥം, ആ സംശയ നിവൃത്തിക്ക് വേണ്ടി ഈ അധികരണം ആരംഭിക്കുകയാണ്. ഇത് സംഗതിയാണ്. അതുകൊണ്ട് ഇതിലെ വിഷയം വരുന്നത് ധർമ്മവിഷയേ പ്രത്യക്ഷാദി പ്രാമാണ്യമേവാസ്യ വിഷയഃ. ധർമ്മവിഷയത്തിൽ പ്രത്യക്ഷാദികൾ പ്രമാണമാകുമോ ഇല്ലയോ എന്നത് ചിന്തിക്കുകയാണ് ഈ അധികരണത്തിൻ്റെ വിഷയം. സംശയം: ധർമ്മജ്ഞാനം വൈദിക വിധിഭിരേവ ജന്യത്തെ ഉത പ്രത്യക്ഷാദിഭിരപീതി. നമ്മൾ കേൾക്കുന്നതാണ് ധർമ്മജ്ഞാനം എന്ന് പറയുമ്പോൾ ശരിയായ കർത്തവ്യങ്ങൾ. ആ ധർമ്മജ്ഞാനം വൈദിക വിധികളാൽ തന്നെ, ശാസ്ത്രീയ വിധികളാൽ മാത്രമേ ലഭ്യമാകുകയുള്ളോ, മനസ്സിലാക്കാൻ കഴിയുകയുള്ളോ, അതോ മറ്റ് പ്രത്യക്ഷാദി പ്രമാണങ്ങളും അതിന് പ്രമാണമാണോ? ഇപ്പോൾ ലോകത്ത് നമ്മൾ ഒരു ഗ്രന്ഥത്തെ അല്ലെങ്കിൽ ഒരു ശാസ്ത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ എടുത്ത് അതിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ അത് ആർക്കും മനസ്സിലാകില്ല, അത് അംഗീകരിക്കാനും കഴിയില്ല. കാരണം ഒരു ഗ്രന്ഥത്തെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും? ഗ്രന്ഥം പറയുന്നതെല്ലാം അതുപോലെ എങ്ങനെ അറിയാൻ കഴിയും? ആ ഗ്രന്ഥത്തിൽ പറയാത്ത ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്, വന്നു ചേർന്നിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ നമ്മൾ പരിഹരിക്കും എന്നൊക്കെ സംശയം വരും. അപ്പോൾ ആ സംശയമാണ് ഇവിടെ വിചാര വിഷയം. അതുകൊണ്ട് അതത് വിഷയങ്ങൾക്കനുസരിച്ച്, കാലത്തിനനുസരിച്ച് പ്രത്യക്ഷാദി പ്രമാണങ്ങളെയും അംഗീകരിക്കണം. എന്നിട്ട് വേണ്ട മാറ്റം വരുത്തണം എന്ന് നമ്മൾ പറയാറുണ്ട്. പ്രത്യക്ഷാദി വിഷയങ്ങളെ അംഗീകരിച്ചില്ലെങ്കിൽ, കേവലം ശാസ്ത്ര വിഷയത്തെ മാത്രം അംഗീകരിച്ചു പോയാൽ ഇന്ന് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു തോന്നലുണ്ട് നമുക്ക്.
അപ്പം അത് സംബന്ധിച്ച് ഇതിൻ്റെ പൂർവപക്ഷം എന്താണെന്ന് നോക്കാം. പൂർവപക്ഷം പറയുന്നത്, അതായത് പ്രതിവാദിയുടെ അഭിപ്രായം, പ്രത്യക്ഷാദീനാം പ്രമാണത്വാത് ധർമ്മസ്യ ച പ്രമേയത്വാത് ഭവത്യേവ തൈരവി ധർമ്മജ്ഞാനം. പ്രമേയത്തെ അറിയാൻ പ്രമാണം വേണം. പ്രമാണാധി പ്രമേയ സിദ്ധി, ഇത് നിയമം. പ്രത്യക്ഷവും ഒരു പ്രമാണമാണ്. പ്രത്യക്ഷം പ്രമാണമാണെന്ന് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് പ്രമേയമായിരിക്കുന്ന ധർമ്മജ്ഞാനം, ധർമ്മജ്ഞാനം എന്ന് പറയുമ്പോൾ ഈ ചതുർപുരുഷാർത്ഥങ്ങൾ പ്രാപിക്കാനുള്ള ആചാരങ്ങൾ, അതിൻ്റെ ജ്ഞാനം, വേദവിഹിതമായ കർത്തവ്യങ്ങൾ, ശാസ്ത്രവിഹിതമായ കർത്തവ്യങ്ങൾ, അതും പ്രമേയമാണ്. എന്ന് പറഞ്ഞാൽ അറിയാനുള്ള വിഷയമാണ്, അറിവിൻ്റെ വിഷയമായിരിക്കുന്നതാണ്. അപ്പം എന്തുകൊണ്ട് പ്രത്യക്ഷാദി പ്രമാണങ്ങളാൽ അറിയാൻ കഴിയുന്നില്ല? പ്രത്യക്ഷാദി പ്രമാണങ്ങളെ അവിടെ എന്തുകൊണ്ട് പ്രമാണമായി കരുതിക്കൂടാ? പ്രത്യക്ഷാദി പ്രമാണങ്ങളും അവിടെ പ്രമാണമാണ്. അതിൻ്റെ ഒരു വ്യാപ്തി പറയുമ്പോൾ എവിടെയൊക്കെയാണോ പ്രമേയമുള്ളത് അവിടെയൊക്കെ പ്രമാണങ്ങളുണ്ട്. പ്രത്യക്ഷവും ഒരു പ്രമാണമാണ്. അതുകൊണ്ട് അത് പ്രമേയത്തെ സിദ്ധിപ്പിക്കും. ഇത് നൈയായികരുടെ വ്യാപ്തി പറയുന്നൊരു രീതിയാണ്, ഒരു യുക്തി. യത്ര യത്ര പ്രമേയ തത്ര തത്ര പ്രമാണം, പ്രത്യക്ഷാദിരപി പ്രമാണം, അതഃ പ്രത്യക്ഷാദിഭിരെ അപി പ്രമേയ സിദ്ധി ധർമ്മജ്ഞാന സിദ്ധി എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവൊന്നുമില്ല. അപ്പം അതാണ് പൂർവപക്ഷത്തിൻ്റെ തർക്കം. ഇവിടെ പ്രത്യക്ഷാദികൾ പ്രമാണമല്ല എന്ന് സ്ഥാപിക്കാൻ ആർക്കും കഴിയില്ല. കാരണം പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, അർത്ഥാപത്തി, ഈ പ്രമാണങ്ങളൊക്കെ പ്രത്യക്ഷത്തിലാണ് ആശ്രിതമായിരിക്കുന്നത്. പ്രത്യക്ഷമില്ലെങ്കിൽ അനുമാനമില്ല, ഉപമാനമില്ല, അർത്ഥാപത്തിയില്ല. പുക കാണുന്ന ആളാണ് ആ പുകയാകുന്ന ഹേതുവിലൂടെ അഗ്നിയെ അനുമാനിക്കുക. അങ്ങനെ അനുമാനിച്ചറിഞ്ഞ അഗ്നി അവിടെ ഉണ്ട് എന്ന് തീർച്ചപ്പെടുത്തണമെങ്കിൽ പിന്നെ അവിടെ പോയി നോക്കി അത് പ്രത്യക്ഷമായി അറിയുക കൂടി വേണം. അവിടെ പോയപ്പോൾ അവിടെ അഗ്നി ഉണ്ടായില്ല എങ്കിൽ മുഴുവൻ അനുമാനം തെറ്റായിട്ട് കണക്കാക്കും. അപ്പോൾ പ്രത്യക്ഷമാണ് സർവപ്രമാണ ജനനീ എന്ന് പറയാറുണ്ട്. പ്രത്യക്ഷം എല്ലാ പ്രമാണങ്ങൾക്കും ആശ്രയമാണ്. ആ നിലയ്ക്ക് ധർമ്മജ്ഞാനത്തിലും അത് പ്രമാണം തന്നെ ആയിരിക്കണം എന്ന് പൂർവപക്ഷം. അതിൻ്റെ സിദ്ധാന്തമാണ് പറയുന്നത്. പ്രത്യക്ഷം ഹി വർത്തമാനേ ഇന്ദ്രിയ സംയുക്തേ ച വിഷയേ വർത്തതേ. ഇവിടെ ഒരു വിശേഷം അറിയാനുള്ളത്, പ്രമാണങ്ങളെല്ലാമാണ് ശരിയാണ്, ഓരോന്നിനും പ്രമാണത്വമുണ്ട്, അതിലാർക്കും സംശയമില്ല. പ്രത്യക്ഷവും പ്രമാണമാണ്, അനുമാനവും പ്രമാണമാണ്. പ്രത്യക്ഷത്തിൽ ഉപയോഗിക്കുന്ന ചക്ഷുരാദി ഇന്ദ്രിയങ്ങൾ 5 വിഷയങ്ങൾക്ക് ഓരോന്നും പ്രമാണമാണ്. ഇതിലൊന്നും ആർക്കും സംശയമില്ല. പ്രത്യക്ഷം ഹി വർത്തമാനേ ഇന്ദ്രിയ സംയുക്തേ പ്രമാണം. ഇന്ദ്രിയ സന്നികർഷം ജന്യജ്ഞാനം പ്രമാണം എന്നാണ് പ്രത്യക്ഷം. ഇന്ദ്രിയ വിഷയ സന്നികർഷത്താൽ ഉണ്ടാകുന്ന ജ്ഞാനമാണ് പ്രത്യക്ഷം. ആ പ്രത്യക്ഷ ജ്ഞാനത്തിൽ ഓരോ വിഷയമാണ് നമ്മൾ അറിയുക. കണ്ണുകൊണ്ട് രൂപം മാത്രമേ അറിയാൻ കഴിയുള്ളൂ, കാതുകൊണ്ട് ശബ്ദം മാത്രം. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾ കൊണ്ടും അതത് വിഷയം മാത്രമേ അറിയാൻ കഴിയുള്ളൂ, അതിനപ്പുറത്ത് അറിയാൻ കഴിയും. രൂപവിഷയത്തിൽ ചക്ഷു പ്രമാണമാണ് എന്ന് കരുതി സ്പർശ വിഷയത്തിലോ ശബ്ദവിഷയത്തിലോ അത് പ്രമാണമാകുന്നില്ല. ശങ്കരാചാര്യ സ്വാമിജികൾ ഒരു സ്ഥലത്ത് വ്യക്തമായി പറയുന്നുണ്ട്, ഈ പ്രമാണങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ അതൊരു വലിയ പ്രശ്നമാണ്. ദാർശനികരെ സംബന്ധിച്ചിടത്തോളം, ഫിലോസഫേഴ്സിനെ സംബന്ധിച്ചിടത്തോളം
ഈ പ്രമാണങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നത് വലിയ പ്രശ്നമാണ്. ഒരു പ്രമാണം പറഞ്ഞു, അതിന് മറ്റേ പ്രമാണം വിരോധമായി. അങ്ങനെ വന്നാൽ ഏത് പ്രമാണത്തെ അംഗീകരിക്കും? അതിനൊരു നിശ്ചയം വേണം. ആ നിശ്ചയം ചെയ്യാൻ കഴിയുന്നതും പ്രമാണം കൊണ്ടാണ്. അപ്പൊ അങ്ങനെ പ്രമാണങ്ങളുടെ ഒരു വിവാദമാകും, ഒരു തല്ലുപിടിയാവും. അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇത് സംബന്ധിച്ച് ശങ്കരാചാര്യ സ്വാമിജികള് ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്. സ്വവിഷയ ശൂരാണി പ്രമാണാനി താനിച്ച സ്വേ സ്വേ വിഷയേ സ്വീയം പ്രമാണമാദത്തെ. ഈ പ്രമാണങ്ങളെ തമ്മിലടുപ്പിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? സ്വവിഷയ ശൂരാണി പ്രമാണാനി. ഓരോ പ്രമാണവും അതതിൻ്റെ വിഷയം ഏതാണോ അതിൽ മാത്രമാണ് പ്രമാണം. ആ പ്രമാണത്തെ മറ്റൊരു സ്ഥലത്തേക്ക് അതിദേശം ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ അങ്ങോട്ട് വ്യാപിപ്പിക്കേണ്ട ആവശ്യമില്ല. ആ വിഷയത്തിൽ അത് പ്രമാണമാണെങ്കിൽ അത് അംഗീകരിക്കുക, അതാണ് അതിൻ്റെ ശരി. അപ്പോൾ പ്രത്യക്ഷ വിഷയത്തിൽ പ്രത്യക്ഷം എന്ന് പറയുന്നത് ബലവാനായിട്ടുള്ള പ്രമാണമാണ്, നമുക്ക് സ്വാനുഭവത്തിൽ നിൽക്കുന്നത് കൊണ്ട്. അങ്ങനെയുള്ള പ്രത്യക്ഷവും പ്രത്യക്ഷത്തിൻ്റെ വിഷയത്തിൽ മാത്രമേ പ്രമാണമാകുന്നുള്ളൂ. മറ്റ് വിഷയങ്ങളിൽ അത് പ്രമാണമാകില്ല. അതേതാണ് പ്രത്യക്ഷ വിഷയം? വർത്തമാനം ച ഇന്ദ്രിയ സംയുക്തം ച. അത് വർത്തമാനകാലത്തിലുണ്ടായിരിക്കുന്നതായിരിക്കണം, ഇന്ദ്രിയ സംയോഗം ഉണ്ടാകാനുള്ള സ്ഥിതിയിലും ആയിരിക്കണം, വേണ്ടത്ര ദൂരവും ഒക്കെ ഉണ്ടായിരിക്കണം. ദൃശ്യം വളരെ ദൂരെയാണെങ്കിൽ അത് പ്രത്യക്ഷവേദ്യമാകില്ല. ശബ്ദം വളരെ ദൂരെ ഉണ്ടായതാണെങ്കിൽ പ്രത്യക്ഷവേദ്യമാകില്ല. അതിന് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സം വന്നാൽ പ്രത്യക്ഷവേദ്യമാകില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. അതുകൊണ്ട് വർത്തമാനം ച ഇന്ദ്രിയ സംയുക്തം ച പ്രത്യക്ഷം, ആ രണ്ടും പ്രത്യക്ഷത്തിന് കാരണമാണ്, നിമിത്തമാണ്. അതുകൊണ്ട് പ്രത്യക്ഷ വിഷയത്തിന് വിഷയമല്ലാതിരിക്കുന്ന മറ്റ് വിഷയങ്ങളിൽ പ്രത്യക്ഷത്തെ വിഷയമാക്കാൻ പാടില്ല, അതിനെ പ്രമാണമാക്കാൻ പാടില്ല. ഒരാൾ വൈദ്യനാണ്, ചികിത്സാശാസ്ത്രം അറിയാം. ഇപ്പൊ ചികിത്സാശാസ്ത്രം അറിയാവുന്ന വൈദ്യൻ വൈദ്യശാസ്ത്രത്തിൽ ചികിത്സ സംബന്ധിച്ച് മാത്രമേ പ്രമാണമാകുന്നുള്ളൂ. അയാൾക്ക് കിട്ടിയിരിക്കുന്ന ഡിഗ്രി ഡോക്ടറുടെ ഡിഗ്രിയാണ്. അപ്പൊ ചികിത്സിക്കാം. പക്ഷെ അയാൾ വലിയ ഡിഗ്രി MBBS എടുത്ത ആളാണ് എന്ന് പറഞ്ഞ് അയാളെ തോണി ഓട്ടിക്കാനോ അല്ലെങ്കിൽ എയറോപ്ലെയിനോ കൊണ്ടുപോകാനോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. അത് ശരിയാണ്, ആ വിഷയത്തിൽ അതിലുള്ള പ്രമാണമാണ്, പക്ഷേ മറ്റ് വിഷയത്തിൽ പ്രമാണമല്ല. പഞ്ചതന്ത്രത്തിൽ ഇതുപോലൊരു കഥയുണ്ടല്ലോ. അതുകൊണ്ട് ഏത് വിഷയത്തിലാണ് അറിവുള്ളത്, പ്രമാണമായിട്ടുള്ളത്, ആ വിഷയത്തിൽ അത് കൽപ്പിക്കണം, അത് മറ്റു വിഷയത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ധർമ്മേതു നാസ്തി വർത്തമാനത്വം നാപി ഇന്ദ്രിയ സംയോഗ. ഇപ്പൊ ധർമ്മത്തിന്റെ വിഷയം നോക്കൂ, ധർമ്മത്തിൽ വർത്തമാനത്വവുമില്ല. അത് പ്രത്യക്ഷ വിഷയം എങ്ങനെയാകും? വർത്തമാനവും ഇന്ദ്രിയ സംയുക്തമായതേ പ്രത്യക്ഷ വിഷയമാകുള്ളൂ. വർത്തമാനമല്ലാത്തത് കൊണ്ടും ഇന്ദ്രിയ സംയോഗത്തിന് വിഷയമല്ലാത്തത് കൊണ്ടും അതീന്ദ്രിയമാണ് ധർമ്മത്തിന്റെ സംബന്ധം. യജ്ഞം ചെയ്താൽ എങ്ങനെയാണ് സ്വർഗമുണ്ടാകുന്നത്, യജ്ഞം ചെയ്താൽ എങ്ങനെയാണ് സുഖമുണ്ടാകുന്നത്, യജ്ഞത്തിൽ നിന്ന് മഴ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇന്ദ്രിയ സംയോഗ വിഷയമല്ല, അത് അതീന്ദ്രിയമാണ്. അപ്പൊ ആ വിഷയത്തില് വർത്തമാനത്തിലും പ്രത്യക്ഷ വർത്തമാനത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യക്ഷത്തെ ഒരിക്കലും പ്രമാണമാക്കാൻ കഴിയില്ല. തസ്മാ ധർമ്മസ്യ പ്രമേയത്വേപി പ്രത്യക്ഷ യോഗ്യത നാസ്തി. ധർമ്മത്തിന് പ്രത്യക്ഷ യോഗ്യത ഇല്ല. ഇപ്പൊ ഭൂതപ്രേതങ്ങൾ ഉണ്ടെങ്കിൽ കാണട്ടെ എന്ന് പറഞ്ഞാൽ ഭൂതപ്രേതങ്ങളെ കാണണം. ഇപ്പൊ മനുഷ്യരെ കാണാൻ കഴിയുന്നുണ്ട്, അതുകൊണ്ട് ഭൂതങ്ങളും പ്രേതങ്ങളും പിശാചുക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ കാണേണ്ടതാണ്, ദേവന്മാരുണ്ടെങ്കിൽ അവയൊക്കെ കാണേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അതിനെ കാണാൻ പറ്റില്ല. കാരണം എന്താണ്? ഈ ഭൂത പ്രേത പിശാച് ഗന്ധർവന്മാരെന്നൊക്കെ പറയുന്നത് ദേവയോനികളായിട്ട് വായവീയ ശരീരങ്ങളും ആഗ്നേയ ശരീരങ്ങളും ഉള്ളവയാണ്. വായവീയ ശരീരങ്ങളുള്ളത് കൊണ്ട് അവയെ കാണാൻ പറ്റില്ല, അവരുടെ ശരീരങ്ങൾ വായവീയമാണ്. അപ്പൊ പ്രത്യക്ഷ യോഗ്യമല്ല.
പ്രത്യക്ഷത്തിന് യോഗ്യമില്ല. അപ്പോൾ വായുവിനെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, അത് പ്രത്യക്ഷ യോഗ്യമല്ല. രൂപഗുണം അതിലില്ല. അഗ്നിക്ക് രൂപഗുണമുണ്ട്, കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ആ യോഗ്യത ഇല്ലാത്തതിൽ പ്രമാണം പറയുന്നത് വെറുതെയാണ്. അതുകൊണ്ട് യസ്തു പ്രത്യക്ഷസ്യ അത്യന്തം അവിഷയ തത്ര അനുമാന ഉപമാന അർത്ഥാപത്യ ഭാവാനാം പ്രവൃത്തിർ നാസ്തിവ. അതും കൂടെ പറയുകയാണ്. പ്രത്യക്ഷത്തിന് വിഷയമല്ലാത്ത ഒരു കാര്യത്തിൽ അനുമാനവും പ്രയോഗിക്കാൻ പറ്റില്ല, ഉപമാനവും പ്രയോഗിക്കാൻ പറ്റില്ല, അർത്ഥാപത്തി എന്ന പ്രമാണവും പ്രയോഗിക്കാൻ പറ്റില്ല, ഒന്നും പ്രയോഗിക്കാൻ പറ്റില്ല. പ്രത്യക്ഷേണ ഗൃഹീത ഏവ വ്യാപ്തി സാദൃശ്യാദോ തേഷാം പ്രവൃത്തേഹ സംഭവാത്. പ്രത്യക്ഷ ഗൃഹീതമായ വ്യാപ്തി, എന്തെങ്കിലും ഒരു സംബന്ധം വേണം, സാഹചര്യം അറിയണം. ഇപ്പോൾ പുകയും തീയും തമ്മിലുള്ള സാഹചര്യം പോലെ, രണ്ടും ഒരുമിച്ചിരിക്കുന്നു എന്നുള്ളത് പോലെ, അതുപോലെയുള്ളത് അറിയണം. അങ്ങനെ സാഹചര്യം അറിയാത്ത, ഒരുമിച്ചിരിക്കുന്ന സ്ഥിതി അറിയാത്ത വിഷയങ്ങളിൽ ഒരിക്കലും അനുമാനവും മറ്റും പ്രവർത്തിക്കില്ല. തസ്മാത് നാസ്തി പ്രത്യക്ഷാദിഗമ്യത്വം ധർമ്മസ്യ. അതുകൊണ്ട് പ്രത്യക്ഷാദി വിഷയമല്ല ധർമ്മം. ധർമ്മം അതീന്ദ്രിയമാണ്, അതിൻ്റെ പ്രവൃത്തിയും അതീന്ദ്രിയമാണ്. അപ്പൊ ഇനി ധർമ്മത്തിൽ ഏതാ പ്രമാണം ശേഷിക്കുന്നത്? ശബ്ദപ്രമാണമാണ് ശേഷിക്കുന്നത്. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, അർത്ഥാപത്തി ഒന്നും വരില്ല. ശബ്ദപ്രമാണം, ആപ്തവാക്യമായിട്ടുള്ള ശബ്ദം, അതാണ് ഇവിടെ പ്രമാണമായിട്ട് ഉപയോഗിക്കുന്നത്. അതീന്ദ്രിയ വിഷയങ്ങളിലും പ്രത്യക്ഷാദികളാൽ അറിയാൻ കഴിയാത്ത വിഷയത്തിലും ആപ്തവാക്യം പ്രമാണമായിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അത് സംബന്ധിച്ച് അടുത്ത അധികരണം കൊണ്ടുവരികയാണ്. 5-ാമത്തെ അധികരണം. ഈ അധികരണം വളരെ പ്രസിദ്ധമായ അധികരണമാണ്. ശബ്ദാർത്ഥ സംബന്ധ നിത്യതാധികരണമെന്നോ അല്ലെങ്കിൽ ഔത്പത്തികാധികരണമെന്നോ ആണ് ഇതിന് പേര്. അങ്ങനെ പേര് വരാൻ കാരണം ഔത്പത്തികസ്തു ശബ്ദസ്യ അർത്ഥേന സംബന്ധ എന്ന് തുടങ്ങുന്നതാണ് അവിടെ പറയപ്പെട്ട സൂത്രം. ഔത്പത്തികസ്തു ശബ്ദസ്യ അർത്ഥേന സംബന്ധ. 1-ാമത്തെ അധ്യായം 1-ാം പാദത്തിൽ 5-ാമത്തെ സൂത്രം. ആ പേരിൽ ഈ അധികരണം അറിയപ്പെടുന്നുണ്ട്. അധികരണത്തിന്റെ വിഷയം നിരാകൃതേഷു സർവേഷു എന്ന് തുടങ്ങുന്ന ശ്ലോകം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയാൽ ശ്ലോകം മുഴുവനായിട്ടുണ്ട് എന്ന് മനസ്സിലാകാം. കഴിഞ്ഞ 4-ാമത്തെ അധികരണത്തിൽ ശ്ലോകം മുഴുവനായിട്ടുണ്ട്. അപ്പൊ ശ്ലോക രൂപത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ചില സ്ഥലത്ത് ശ്ലോകം പിരിക്കേണ്ടി വന്നാൽ പിരിച്ചിട്ടുണ്ട്. ആണ് വാക്യങ്ങൾ നമ്മളെടുത്തുള്ളത്. അപ്പൊ നിരാകൃതേഷു സർവേഷു ധർമ്മോ നാസ്തി ഇതി ശങ്ക്യതേ. ഇതാണ് ശങ്ക. എല്ലാ പ്രമാണങ്ങളെയും നിരാകരിച്ചു, പ്രമാണങ്ങളില്ലാതെ എങ്ങനെയാ പ്രമേയമാകുന്ന ധർമ്മത്തെ അറിയുക എന്ന ആശങ്ക ഉണ്ടാവുകയാണ്. അപ്പൊ അവിടെ വിഷയം ധർമ്മേ പ്രത്യക്ഷാദീനാം പ്രാമാണ്യ നിരാകൃതേ. ധർമ്മത്തിൽ പ്രത്യക്ഷാദി പ്രമാണങ്ങളെ നിരാകരിച്ചപ്പോ ചോദനായാഹ പ്രമാണത്വം വിചാരണീയം പ്രാപ്നോതി. അപ്പോ ഈ വിധിയുടെ പ്രമാണം എന്താണ് എന്നറിയണം. നമുക്ക് 4 പുരുഷാർത്ഥങ്ങൾ പ്രാപിക്കാനുണ്ട്. ആ പുരുഷാർത്ഥങ്ങൾ പ്രാപിക്കാനുള്ള പ്രമാണമായിട്ട് പറഞ്ഞ കർമ്മങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ശാസ്ത്രവിധിയാണെന്ന് പറഞ്ഞു. ചോദനയാണ് ധർമ്മം എന്ന് പറഞ്ഞു. ആ ചോദന വിധി എന്ന ആ ചോദന അത് എന്താണിപ്പോ? കാരണം പ്രത്യക്ഷാദി പ്രമാണങ്ങളാൽ അറിയാൻ കഴിയുന്നതല്ല എന്നായി. അപ്പൊ എന്തെങ്കിലും കൊണ്ടത് അറിയണമല്ലോ. എന്തിനാ അറിയേണ്ടത്? ഈ 4 പുരുഷാർത്ഥങ്ങൾ പ്രാപിക്കാനുള്ള സാധനയാണത്. അതുകൊണ്ടറിയണം. അപ്പൊ ആ സംഗതി വെച്ചാണ് 5-ാധികരണം തുടങ്ങുന്നത്. അത് തന്നെയാണ് വിഷയം. ധർമ്മപ്രമാണ ചോദനാ പ്രാമാണ്യമേവ വിഷയ. ആ ധർമ്മചോദനാ പ്രാമാണ്യമാണ് ഇവിടെ വിഷയം. തത്ര സംശയ ധർമ്മ അവബോധികായ ചോദനായാ പ്രാമാണ്യം ഉത ന ഇതി. അവിടെ സന്ധി ഇല്ല, അത് ഒരുമിച്ചായിപ്പോയത് പിരിച്ച പഠിക്കണം. ധർമ്മ അവബോധകായ ചോദനായാ, ധർമ്മത്തെ ബോധിപ്പിക്കുന്ന ആ വിധിക്ക് പ്രാമാണ്യമുണ്ടോ ഇല്ലയോ എന്നാണ്. പൂർവപക്ഷം പറയുന്നത് ഉണ്ടാകാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാണ്? നാസ്തി ധർമ്മേ കിഞ്ചിത് പ്രമാണം. ധർമ്മത്തിൽ ഒരു പ്രമാണവും ഇല്ല.
പ്രമാണം ഉണ്ടായിരുന്നുവെങ്കിൽ പ്രത്യക്ഷം കൊണ്ട് സാധിക്കണമായിരുന്നു. പ്രത്യക്ഷാദയോ ന ഭവന്തി തത്ര പ്രമാണം. പ്രത്യക്ഷാദി പ്രമാണം അവിടെ സാധിക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പ്രത്യക്ഷാദി പ്രമാണങ്ങൾ സാധിക്കാത്തത് ഇല്ല എന്ന് കരുതുന്നതാണ് ബുദ്ധി. ചാർവാകർ പറയുന്നത് പോലെ കണ്ടറിഞ്ഞ് ആസ്വദിക്കാൻ കഴിയാത്തത് ഉണ്ട് എന്ന് വിചാരിച്ച് വെറുതെ ജീവിതം പാഴാക്കുന്ന എത്ര മണ്ടത്തരാണ്. സ്വർഗം ഉണ്ട് എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പോയാൽ സുഖം അനുഭവിക്കാം, ഈ ശരീരം ത്യജിച്ചാൽ ആ സ്വർഗമാകുന്ന വലിയൊരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കിവിടെ ഊഹിക്കാവുന്നതും ഉദ്ദേശിക്കാവുന്നതും എത്രയോ വലിയ സുഖം. നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതെല്ലാം ഉള്ളത്. നമ്മൾ രോഗങ്ങൾ വേണ്ടാന്ന് വിചാരിക്കുന്ന രോഗങ്ങൾ ഉണ്ടാവില്ല. വയസ്സാകുമ്പോൾ ദുഃഖം ഉണ്ടാകുന്നു, അവിടെ വയസ്സാകില്ല. മരണഭയം ഉണ്ടാകുന്നു, അവിടെ മരിക്കില്ല. പിന്നെ ആഹാരവിഹാരാദികളൊക്കെ കഴിക്കുമ്പോഴും ഭയമുണ്ട്. ചിലത് കഴിച്ചാൽ തടി കൂടും, ചിലത് കഴിച്ചാൽ വേറെ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊന്നും അവിടെ ഇല്ല. ആഹാരമേ കഴിക്കണ്ട, അമൃത് മാത്രം കുടിച്ചിരിക്കാം. ഇങ്ങനെ എന്തൊക്കെയാണോ നമ്മളിവിടെ ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കുന്നത് അതെല്ലാം അവിടെ സോൾവ് ആവും എന്നുള്ള രീതിയിലുള്ളൊരു സുഖമാണ് അവിടെ ഉള്ളത്. അങ്ങനെ ആ പരമമായ സുഖം. അപ്പൊ ചാർവാകർ പറയുന്നത് അത് കാണാത്തതാണ്. ഇന്ന് വരെ സ്വർഗത്ത് പോയിട്ട് ആരും തിരിച്ചു വന്നിട്ടില്ല. ഞാൻ സ്വർഗത്ത് പോയിട്ട് തിരിച്ചു വരികയാണ്, അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ആരും വന്ന് പറഞ്ഞിട്ടുമില്ല, കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു സാങ്കല്പികമായ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ദിവസം ഉണ്ടാക്കുന്ന നല്ല ഒന്നാന്തരം നെയ്യ് അത് അഗ്നിഹോത്രം ചെയ്ത് ഹോമിക്കുക. പിന്നെ നല്ല സാധനങ്ങൾ ഏതുണ്ടായാലും അത് ദേവനാണെന്ന് പറഞ്ഞ് വയ്ക്കുക. എന്താണ് ഇതെല്ലാം ഹോമിച്ച് അതെല്ലാം ചാമ്പലാക്കി കഴിയുമ്പോൾ സ്വർഗത്തിലേക്ക് പോകും അത്രേ. അവർ പറഞ്ഞു മഹാമണ്ടത്തരം. ഈ നെയ്യ് മുഴുവൻ നന്നായിട്ട് ഉണ്ടാക്കിയ നെയ്യ് മുഴുവൻ കഴിച്ച് ശരീരത്തിൽ ആരോഗ്യം ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ കാലം ജീവിച്ചിരുന്ന് ഇവിടെ സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കാം. അതാണ് ബുദ്ധി. അല്ലാതെ ഒരു പ്രമാണവും ഇല്ലാത്ത, ആരും അറിയാത്ത ഒരു സ്വർഗത്തിനെ കുറിച്ച് ആലോചിച്ച് അവിടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത് മഹാമണ്ടത്തരാണ്. അതുകൊണ്ട് പ്രത്യക്ഷാദി പ്രമാണങ്ങൾ ഇല്ലാത്ത ഒന്നുണ്ട് എന്ന് കരുതുന്നതേ ശരിയല്ല. പിതൃക്കൾക്ക് വേണ്ടി ശ്രാദ്ധം ചെയ്യുന്നത് പാടില്ല എന്ന് ചാർവാകർ പറയുന്നു. പിതൃക്കൾ ചത്തുപോയവർ ആരാ പിന്നെ തിരിച്ചു വന്നിട്ട് ചെയ്തിട്ടുള്ളത്? എന്തെങ്കിലും ചെയ്തത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് അവർക്ക് ഭക്ഷിക്കാനൊന്നും പറ്റില്ല, അങ്ങനെയൊന്നും ശ്രാദ്ധമൊന്നും ചെയ്യേണ്ട, അവർ ഭക്ഷിക്കുന്നുമില്ല, ആസ്വദിക്കുന്നുമില്ല, ഒന്നുമില്ല എന്ന് പറയുന്നതിന് കാരണം ഈ പ്രത്യക്ഷത്തെ മാത്രം അവർ പ്രമാണമായി കരുതുന്നുകൊണ്ടാണ്. ചാർവാകർക്ക് ഒരൊറ്റ പ്രമാണമേ ഉള്ളൂ, പ്രത്യക്ഷം. അനുമാനത്തിന്റെ ആവശ്യമില്ല എന്ന് അവർ പറയുന്നു. അവർ ഒരു കൂട്ടർ അനുമാനവും അംഗീകരിക്കുന്നു, എന്നാലും പ്രത്യക്ഷമാണ് അവർക്ക് പ്രമാണം. ഇപ്പൊ തഥാ ശബ്ദോപി ന ഭവതി. അപ്പോൾ പ്രത്യക്ഷാദി പ്രമാണം അല്ലെങ്കിൽ ശബ്ദപ്രമാണമാകാമല്ലോ എന്ന് പറഞ്ഞാൽ പൂർവപക്ഷം തന്നെ പറയണം, അതും പറ്റില്ല. കാരണം എന്താണ്? ശക്തിഗ്രഹണപൂർവകം ഹി ശബ്ദസ്യ പ്രാമാണ്യം. ശബ്ദം പ്രമാണമാകുന്നത് എങ്ങനെ? ശബ്ദത്തിന്റെ അർത്ഥം നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ശക്തിഗ്രഹണപൂർവകമാണ് മനസ്സിലാക്കുന്നത്. ശക്തി എന്ന് പറഞ്ഞാൽ പദപദാർത്ഥ സംബന്ധ ശക്തി. ഒരു പദം പ്രയോഗിച്ചാൽ ആ പദത്തിന്റെ, ആ വാക്കിന്റെ അർത്ഥം എന്ത് എന്ന് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നതാണ് ശക്തി. ഇപ്പൊ പുസ്തകം എന്ന് പറഞ്ഞാൽ പുസ്തകം നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നു. കുടം എന്ന് പറഞ്ഞാൽ കുടം മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നു. കെട്ടിടം എന്ന് പറഞ്ഞാൽ അത് തെളിഞ്ഞു വരുന്നു. വൃക്ഷം എന്ന് പറഞ്ഞാൽ അത് വരുന്നു. ഇങ്ങനെ ഓരോ പദാർത്ഥങ്ങളുടെ പേര് പറയുമ്പോൾ അത് മനസ്സിലേക്ക് വരും. അപ്പോൾ പേര് കേട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ആ ശബ്ദത്തിന്റെ അർത്ഥം തെളിഞ്ഞു വരുന്ന ആ ഒരു സംബന്ധമുണ്ട്. അതിനെയാണ് ശക്തി എന്ന് പറയുന്നത്. ശക്തിവൃത്തി എന്ന് ഇത് പറയും. അപ്പൊ ഈ ശക്തി എങ്ങനെയാ ഉണ്ടാവുന്നത്? പദം പറയുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് എങ്ങനെയാ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്? നമുക്കിപ്പോൾ അത് വളരെ ഈസി ആയിട്ട് തോന്നും. പക്ഷെ നമുക്ക് മനസ്സിലാകാത്ത ഒരു ഭാഷയിൽ ഒരു ശബ്ദം പ്രയോഗിച്ചാൽ അതിന്റെ അർത്ഥം മനസ്സിൽ തെളിഞ്ഞു വരില്ല. അതിന് കാരണം എന്താണ്? ആ ശബ്ദ അർത്ഥ സംബന്ധം നേരത്തെ ഗ്രഹിച്ചിട്ടില്ല. ആപ്തവാക്യങ്ങളിൽ നിന്നും വ്യവഹാരത്തിൽ നിന്നും കണ്ടറിഞ്ഞ് അത് മനസ്സിലാക്കണമായിരുന്നു. ശക്തിഗ്രഹത്തിന് അനേക ഉപായങ്ങളുണ്ട്. ശക്തിഗ്രഹോ വ്യാകരണോപമാന കോശാപ്തവാക്യാദ് വ്യവഹാരതശ്ച വാക്യസ്യ ശേഷാദ് വിവൃതൈർവദന്തി സാന്നിധ്യത സിദ്ധപദസ്യ ധീരാഹ എന്ന് ന്യായമുക്താവലിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പല ഉപായങ്ങൾ കൊണ്ട് ശക്തിഗ്രഹം ഉണ്ടാവും. ശബ്ദവും ശബ്ദാർത്ഥവും അറിയുക. അപ്പൊ വ്യാകരണം കൊണ്ട്, കോശവാക്യങ്ങൾ കൊണ്ട്,
ആപ്തവാക്യങ്ങളിലൂടെ രണ്ട് പദങ്ങളുടെ സാന്നിധ്യത്തിൽ വ്യവഹാരത്തിൽ കണ്ട് കേട്ട് കുട്ടികൾ അങ്ങനെ കണ്ടാ പഠിക്കുന്നത്. അച്ഛനും അമ്മയും ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് ചെയ്യുന്നത് നോക്കും. അത് നോക്കിയിട്ട് മനസ്സിലാക്കും, ഓ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ മനസ്സിലാക്കിയാണ് ഈ ശബ്ദഗ്രഹം മുഴുവൻ ഉണ്ടാകുന്നത്. ശബ്ദജ്ഞാനം അങ്ങനെയാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ പ്രത്യക്ഷത്തിൻ്റെ സഹായമില്ലാതെ ശബ്ദജ്ഞാനം ഉണ്ടാകില്ല. അപ്പൊ ശബ്ദം എങ്ങനെയാ സ്വതന്ത്ര പ്രമാണമാകുക ധർമ്മത്തിന്റെ വിഷയത്തിൽ? അതുകൊണ്ട് അതും പ്രമാണമല്ല. ശക്തിശ്ച ലോകപ്രസിദ്ധ ഏവ ഗോഘടാദോ ഗൃഹ്യത്തെ. ശക്തി എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമായതാണ്, ലോകത്തെല്ലാവരും അറിയുന്നതാണ്. അങ്ങനെയാണ് അത് സ്വീകരിക്കുന്നത്. ധർമ്മസ്തു അലൗകിക. ധർമ്മം എന്ന് പറഞ്ഞാൽ അലൗകികമാണ്. അപ്പൊ ലോകപ്രമാണം കൊണ്ട് അത് പറയാൻ പറ്റില്ല. അതസ്തത്ര ശക്തിഗ്രഹണം ദുർഘടം. ശക്തിഗ്രഹണവും അവിടെ സംഭവിക്കില്ല. തസ്മാ തത്ര പ്രമാണം നാസ്തി. അതുകൊണ്ട് ധർമ്മ വിഷയത്തിൽ പ്രമാണമുണ്ടെന്ന് സ്ഥാപിക്കാൻ ഒരു വഴിയുമില്ല. എത്ര നന്നായിട്ട് വാദം ചെയ്തു നോക്കും. ഇതിലെ സൂത്രങ്ങളും അതിൻ്റെ ഭാഷ്യവും നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും രസമാണ്. ഇതിപ്പോൾ സംക്ഷേപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രതിവാദങ്ങൾ വരും, പ്രതിവാദങ്ങൾക്ക് ഉത്തരമാണ് പറഞ്ഞത്. അപ്പോൾ ഒരിക്കലും അതില്ല. ഇപ്പോൾ പൂർവപക്ഷം ശരിക്ക് കേട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് തോന്നും ഇവർ പറയുന്നത് വളരെ ശരിയാണെന്ന് തോന്നും. അങ്ങനെ യുക്തിയുക്തം അവർ സ്ഥാപിക്കും. അങ്ങനെ വെറുതെ പറയുകയല്ല, അത് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ഒരു വിശേഷതയാണ്. ഇപ്പോൾ ശങ്കരാചാര്യരുടെ ഭാഷ്യം നോക്കിയാലും അങ്ങനെയാണ്. പൂർവപക്ഷം സ്ഥാപിക്കുന്നത് കണ്ടാൽ നമുക്ക് തോന്നും എന്താണ് ഇദ്ദേഹത്തിന് പൂർവപക്ഷത്തിൽ ഇത്ര ഇൻട്രസ്റ്റ് എന്ന്. അല്ലെങ്കിൽ അങ്ങ് പെട്ടെന്ന് കാര്യം പറയാനുള്ള അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ പൂർവപക്ഷത്തിൻ്റെ എല്ലാ യുക്തികളും കൊണ്ടുവന്ന് അവർ തന്നെ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ചിന്തിപ്പിച്ച് അതിന് പ്രമാണമൊക്കെ കണ്ടുപിടിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് സ്ഥാപിച്ചു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ ഇതിന് രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല. കാരണം എവിടെയെങ്കിലും ഇത്രയും അത് സ്വയം തന്നെയാണ് ചെയ്യണതേ. പക്ഷെ അത് കഴിഞ്ഞ് സിദ്ധാന്തം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പല പൂർവപക്ഷത്തിലുള്ള വാദങ്ങളും ശരിക്കും പറഞ്ഞാൽ അവരുടെ പക്ഷം ആ ഗ്രന്ഥം അല്ലെങ്കിൽ അവരുടെ സിദ്ധാന്തത്തിനേക്കാളും കൂടുതൽ ഡീപ്പായിട്ട് അദ്ദേഹം പോയിട്ടുണ്ട്. അവർ ചിന്തിക്കാത്ത വശങ്ങൾ കൂടി പറയാം. അത് എന്തിനെങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ, ഒരിക്കൽ ഖണ്ഡനം ചെയ്തു കഴിഞ്ഞാൽ, ഒരിക്കൽ അതിന് നാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വാദങ്ങളൊന്നും ഉണ്ടാവരുത്, ഒരു പ്രത്യുത്തരം പറയാനുള്ള അവസരം ഉണ്ടാവരുത്. അപ്പോൾ അവർക്ക് പരമാവധി ചിന്തിക്കാനുള്ളത് മുഴുവൻ അവരെ കൊണ്ട് ചിന്തിപ്പിക്കും. അങ്ങനെയാണ് ഇവർ ചെയ്യുക. എല്ലാ ശാസ്ത്രത്തിൻ്റെയും രീതി അങ്ങനെയാണ്. അപ്പോൾ സിദ്ധാന്തം പറയുകയാണ്, പറഞ്ഞതിൽ പ്രത്യക്ഷാദി വിഷയത്തിലാണെങ്കിലും ഇവിടെ വിശേഷതയുണ്ട്. ശബ്ദാർത്ഥ സംബന്ധസ്യ നിത്യത്വാത് തദ്ഗ്രഹണസ്യ ച വേദവാക്യാദോ പ്രസിദ്ധ പദസാഹചര്യേണ സംഭവാത് സംഭവത്യേവ അപ്രാമാണ്യ ശങ്ക അപ്രാമാണ്യ ശങ്കാന ന ആസ്കന്ദിതസ്യ ശബ്ദസ്യ പ്രാമാണ്യം പ്രത്യക്ഷാദിഭിർ അഗൃഹീതേ ധർമ്മേ. ഇവിടെ ശബ്ദാർത്ഥ സംബന്ധം അറിയുന്നതിന് പ്രത്യക്ഷാദിയുടെ സഹായം വേണമെന്നിടത്താണ് പൂർവപക്ഷത്തിന് തെറ്റുപറ്റിയിരിക്കുന്നത്. ഇവിടെ ശബ്ദാർത്ഥ സംബന്ധം നിത്യമാണ്. ഇത് പ്രത്യക്ഷാദി സഹായം കൊണ്ട് ഉണ്ടായിട്ടുള്ളതല്ല. വേദത്തിൽ പറയുന്ന ശബ്ദാർത്ഥ സംബന്ധം നിത്യമാണ്. ലൗകിക ശബ്ദങ്ങളിലാണ്, ലൗകിക ശബ്ദാർത്ഥ സംബന്ധത്തെയാണ് നമ്മൾ വേറെ അറിയേണ്ടത്, ലൗകിക പ്രമാണങ്ങളിൽ നിന്ന് അറിയേണ്ടത്. അപ്പൊ ശബ്ദാർത്ഥ സംബന്ധം നിത്യമായിരിക്കുന്ന ആ സ്ഥിതിയിൽ തദ്ഗ്രഹണസ്യ ച വേദവാക്യാദോ പ്രസിദ്ധ പദസാഹചര്യേണ സംഭവാത്, അത് വേദം ചൊല്ലുന്ന രീതിയിൽ പരസ്പര സംബന്ധം, പദങ്ങളുടെ സംബന്ധം ചെയ്ത് തിരിച്ചറിയുന്നത് കൊണ്ട് അവിടെ മറ്റൊരു പ്രമാണത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അങ്ങനെ സംഭവത്യേവ അപ്രാമാണ്യ ആശങ്ക അനാസ്കന്ദിതസ്യ ശബ്ദസ്യ. അപ്രാമാണ്യ ആശങ്ക സംഭവിക്കാത്ത, അതുമായിട്ട് സ്പർശിക്കാത്ത ശബ്ദത്തിന് പ്രാമാണ്യം പറയാൻ പറ്റും. അതുകൊണ്ട് പ്രത്യക്ഷാദി ശബ്ദങ്ങളിൽ ലോകപ്രമാണം വേണമെങ്കിലും ധർമ്മ വിഷയത്തിലുള്ള വേദശബ്ദത്തിന് ലോകപ്രമാണത്തിൻ്റെ ആവശ്യമില്ല. അത് നിത്യസംബന്ധത്താലാണ് വരുന്നത്. ഈ വരുന്ന അധികരണവും അടുത്ത 2 അധികരണങ്ങളും ഇതിൽ ശബ്ദനിത്യത്വം എന്ന ഈ കൺസെപ്റ്റ്, ശബ്ദം അതിൻ്റെ സംബന്ധം നിത്യമാണ്, അർത്ഥത്തിൻ്റെ സംബന്ധം നിത്യമാണ്.
ഇത് സംബന്ധിച്ച് ഉപവർഷാചാര്യൻ്റെ മതമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ശങ്കരാചാര്യ സ്വാമിജികളും ദേവതാധികരണത്തിലും മറ്റും ഈ ശബ്ദാർത്ഥ സംബന്ധത്തിൻ്റെ നിത്യസ്വരൂപത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് നിത്യമാകുന്നത്? ശബ്ദാർത്ഥ സംബന്ധം, ഇപ്പോൾ ഗൗ എന്നൊരു ശബ്ദം, അല്ലെങ്കിൽ ഘടം എന്നൊരു ശബ്ദം, കലശം എന്നൊരു ശബ്ദം, ഈ ശബ്ദങ്ങളൊക്കെ വേദത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ശബ്ദങ്ങളൊക്കെ നമ്മൾ ലോകത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ലോകത്തിൽ നമ്മൾ ആ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ലോകത്തിൽ നിന്ന് പ്രമാണമാക്കിയാണോ എടുക്കേണ്ടത്? അപ്പോൾ വേദത്തിൻ്റെ ശബ്ദം സംബന്ധം നിത്യമാണോ? ഇനി ഒരു അധികരണം കുറച്ച് കഴിഞ്ഞാൽ വരും, ലോകവേദാധികരണം എന്ന് പറഞ്ഞിട്ട് വരും. അവിടെ പറയാൻ പോകുന്നത്, ഇപ്പോൾ ഗൗ എന്ന ശബ്ദം ലോകത്തിൽ പശു എന്ന ഒരു ജീവിയെ, ഒരു മൃഗത്തെയാണ് ഉദ്ദേശിച്ച് ഉപയോഗിക്കുന്നത്. അതേ അർത്ഥത്തിൽ തന്നെയാണോ വേദത്തിൽ ഉപയോഗിക്കുന്നത് എന്ന് സംശയമുണ്ട്. ആ സംശയത്തിന് ഉത്തരമായിട്ട് പറയും, ഗൗ എന്ന ശബ്ദം ലോകത്ത് ഏതർത്ഥത്തിലാണോ ഉപയോഗിക്കുന്നത് അതേ അർത്ഥത്തിൽ തന്നെയാണ് വേദത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിൽ പ്രയോഗിക്കുന്ന ശബ്ദത്തിന് അനുകൂലമായി വേദം പറഞ്ഞു എന്ന് വരും. ഇത് നേരെ തിരിച്ചാണ്. വേദത്തിലെ ആ അർത്ഥത്തിൽ പരമ്പരയായിട്ട് പ്രയോഗിച്ചു വരുന്നു, അതിപ്പോ ലോകത്ത് പ്രചരിച്ചെത്തി. അങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ നിത്യത്വം പരമ്പരയായിട്ടാണ് വരുന്നത്. ഓരോ സൃഷ്ടിയിലും അത് പുനഃപുനഃ പ്രയോഗിക്കുന്നുണ്ട്. ഓരോ വ്യക്തികളും അതിനെ ആവർത്തിച്ച് പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ ശബ്ദാർത്ഥ സംബന്ധം, ഗൗ എന്ന ശബ്ദത്തിന് ഇതാണ് അർത്ഥമെന്ന് വേദവും വേദാംഗങ്ങളും വച്ച് നമ്മൾ അറിയുന്നു. ആ സംബന്ധം നിത്യമാണ്. ആ സംബന്ധ ജ്ഞാനമാണ് ഋഷികൾക്ക് തപസ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുക. ശബ്ദാർത്ഥ സംബന്ധമായിട്ടുള്ള ആ ദിവ്യമായ ശബ്ദാർത്ഥ സംബന്ധ ജ്ഞാനമാണ് അവർക്കുണ്ടാകുക. ഇപ്പം ഇന്ന് നമുക്ക് വേദത്തിലെ വാക്കുകളുടെ അർത്ഥം അറിയാൻ കോശഗ്രന്ഥങ്ങൾ ഉപയോഗിക്കാം. അപ്പം അങ്ങനെ ഉപയോഗിച്ച് നമ്മൾ അർത്ഥം പറയും. പക്ഷെ അങ്ങനെ അർത്ഥം പറയുമ്പോൾ പലപ്പോഴും അത് ശരിയാകില്ല. അതിനവിടെ പ്രകരണവും നിയമങ്ങളും ഒക്കെ ഉണ്ട്. ആ നിയമങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അതിന് അർത്ഥം പറയാൻ. ഒരു വാക്കിനൊരു ഒരർത്ഥം കിട്ടി എന്ന് വെച്ച് അത് മുഴുവൻ അതിൻ്റെ അർത്ഥമായി എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അതിന് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതും ഋഷി പരമ്പരയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ പരമ്പരാഗതമായി വന്ന ആ ശബ്ദപ്രയോഗം ലോകത്തിൽ പ്രചരിച്ചപ്പോൾ എന്താണ്? അത് യഥാർത്ഥമായി തന്നെയാണ് പ്രചരിച്ചിരിക്കുന്നത്. അപ്പൊ ലോകത്തിൽ പറഞ്ഞ ശബ്ദങ്ങള് വേദത്തിലേക്ക് ആഡ് ചെയ്യേണ്ടി വരുന്നില്ല. കാരണം വേദത്തിൽ പറഞ്ഞ വിഷയങ്ങൾ അറിയാൻ വേദത്തിലെ ശബ്ദാർത്ഥ സംബന്ധം തന്നെ മതിയാകും. അത് അർത്ഥം എടുക്കുമ്പോൾ ലോക സംബന്ധമായിട്ട് എടുക്കുന്നു. അപ്പൊ പശു എന്ന് വേദത്തിൽ പറഞ്ഞ, ഗൗ എന്ന ശബ്ദം വേദത്തിൽ പറഞ്ഞത് ഇപ്പോ ലോകത്തിൽ പ്രചാരത്തിലുണ്ട്. ആ പ്രചാരത്തിൽ ആ അർത്ഥം എടുക്കുമ്പോൾ അതിൻ്റെ താത്പര്യം വേദത്തിൽ പറഞ്ഞ അർത്ഥത്തോട് ചേരുന്നതായാൽ ആ ശബ്ദാർത്ഥങ്ങൾ സംബന്ധം നിത്യമാണെന്നായി. ഇനി അങ്ങനെ ചേരുന്നില്ല എങ്കിൽ അപ്പം പിന്നെ അവിടെ ചിന്തിക്കേണ്ടി വരും. ആ അവസ്ഥയിൽ ചിന്തിക്കേണ്ടി വരും. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഇന്നത്തെ പഠനങ്ങളിൽ, ഗവേഷണങ്ങളിൽ ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നത്, നമ്മൾ ഏത് ശബ്ദം പുറപ്പെടുവിച്ചാലും ആ പുറപ്പെടുവിക്കുന്ന ശബ്ദം തരംഗരൂപത്തിൽ അന്തരീക്ഷത്തിൽ വ്യാപകമായിട്ട് നിലനിൽക്കും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു തരംഗവും ഒരു ശബ്ദ തരംഗവും നശിക്കുന്നില്ല. ഇപ്പോൾ ഈ 2 വർഷം മുമ്പ് ബിഗ് ബാങ് എന്ന് പറയുന്ന വിസ്ഫോടനം, മഹാവിസ്ഫോടനം ഉണ്ടായപ്പോൾ ഉണ്ടായ ശബ്ദ തരംഗങ്ങൾ എന്ന് കരുതപ്പെടുന്ന ശബ്ദ തരംഗങ്ങളെ കണ്ടെത്തി അതിനെ റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഇത്രയും കോടി വർഷം മുമ്പ് നടന്ന ആ വിസ്ഫോടനത്തിൻ്റെ തരംഗങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ടെന്നും ആ തരംഗങ്ങൾ കാരണം അനേകം കാര്യങ്ങൾ, വിക്രിയകൾ അന്തരീക്ഷത്തിൽ നടക്കുന്നുണ്ടെന്നും അവർ കണ്ടെത്തി. ഇത് വലിയൊരു കണ്ടെത്തലാണ്. ഇത് സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ അവർ പറയുന്നത്, നമ്മൾ പുറപ്പെടുവിക്കുന്ന ഓരോ ശബ്ദവും
അതിൻ്റെ ഫ്രീക്വൻസി അറിഞ്ഞ് തിരിച്ചറിയാനുള്ള ഒരു യന്ത്രം, ഒരു വിദ്യ തെളിഞ്ഞു വന്നാൽ, പരീക്ഷണങ്ങളിൽ നിന്ന് കണ്ടെത്തിയാൽ, ഭാവിയിൽ മുമ്പ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പോയി ആ ശബ്ദങ്ങളൊക്കെ നമുക്ക് തിരിച്ചെടുക്കാം. അപ്പോൾ ശങ്കരാചാര്യ സ്വാമിജികൾ പറഞ്ഞ ശബ്ദങ്ങളും വിവേകാനന്ദ സ്വാമിജികൾ പറഞ്ഞ ശബ്ദങ്ങളും അതത് പ്രവാചകന്മാർ, ആചാര്യന്മാരൊക്കെ പറഞ്ഞ ശബ്ദങ്ങളും, ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ ശബ്ദവും തിരിച്ചു കൊണ്ടുവരാം. അതിനെ തിരിച്ചറിയാനുള്ള വിദ്യ തെളിയിച്ചെടുക്കണം. ഇപ്പോൾ സ്ഥൂലമായ രീതിയിൽ വലിയ വലിയ ശബ്ദങ്ങൾ, അതായത് ഉൽക്ക സ്ഫോടനങ്ങൾ ഉണ്ടായത്, ഭൂമിയിൽ ഉൽക്കകൾ വന്നിടിച്ചത്, ബിഗ് ബാങ്, അതുപോലെ തന്നെ ഗ്രഹങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ശബ്ദ സംബന്ധമായിട്ടുള്ള ഫ്രിക്ഷൻസ്, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വളരെ വലിയ ശബ്ദങ്ങൾ. ഈ ശബ്ദം തരംഗരൂപത്തിൽ അന്തരീക്ഷത്തിലുണ്ടെങ്കിലും നമ്മുടെ ചെവിക്ക്, നമ്മുടെ ചെവിയുടെ ഫ്രീക്വൻസിക്ക് യോജിക്കുന്നതല്ല. നമ്മുടെ ചെവിയുടെ ഫ്രീക്വൻസി ഒരു നിശ്ചിത ശബ്ദം മാത്രമേ ഗ്രഹിക്കുകയുള്ളൂ. അതിനപ്പുറത്തുള്ളതും ഇപ്പുറത്തുള്ളതും ഗ്രഹിക്കില്ല. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ശബ്ദങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട്. ആ ശബ്ദങ്ങളൊന്നും നമ്മൾ ഗ്രഹിക്കുന്നില്ല. പക്ഷെ ഈ രാത്രി ആയാലോ, ബാക്കി ശബ്ദങ്ങളൊക്കെ ശാന്തമായാൽ, ദൂരെ ഒരു പച്ചില അനങ്ങിയാൽ, കരിയിൽ അനങ്ങുമ്പോൾ പേടിച്ചൊക്കെ രാത്രി വീട്ടിലിരിക്കുന്നവർ ദൂരെ കരിയിൽ അനങ്ങിയാലും ഭയക്കും. അത് ചെറുതായിട്ടുള്ള അനക്കം. അതുപോലെ ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇളകുന്നുണ്ട്, ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതെന്താണ് കാരണം എന്ന് വെച്ചാൽ, മറ്റ് ശബ്ദങ്ങളുടെ ഫ്രീക്വൻസിയുമായിട്ട് മിശ്രിതമാകുകയും തരംഗമായിട്ട് മിശ്രിതമാകുകയും ചെയ്യുമ്പോൾ കേൾക്കാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മളിവിടെ ഒരു ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൂരെക്കുള്ള ഒരു വണ്ടി പോകുന്ന ശബ്ദം നമ്മൾ കേൾക്കില്ല. പക്ഷേ ഈ ശബ്ദം നിന്ന് വൈകുന്നേരമായി, രാത്രി ആയിക്കഴിഞ്ഞാൽ ചെറിയൊരു വാഹനം പോകുന്ന ശബ്ദം കൂടി കേൾക്കും. അപ്പം അങ്ങനെ ഇപ്പോഴത്തെ ഈ പരീക്ഷണം മുന്നിലേക്ക് പോയാൽ ഈ വേദത്തിൽ പറഞ്ഞ ശബ്ദനിത്യത്വ, ശബ്ദ തരംഗങ്ങൾ എങ്ങനെയാണ് നിത്യമായിരിക്കുന്നത് എന്ന തിയറി വളരെ വ്യക്തമാകും. അപ്പം അത് എങ്ങനെയാണ് ഋഷികളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നതെന്ന് അടുത്ത പൗരുഷേയ അധികരണം വരുമ്പോൾ നമ്മളത് പൂർണ്ണമായിട്ട് വിസ്തരിച്ച് ചർച്ച ചെയ്യും. ഏതായാലും ഇതിൽ നിശ്ചയിച്ചിരിക്കുന്നത് ശബ്ദാർത്ഥ, വേദത്തിൽ പറഞ്ഞ ശബ്ദാർത്ഥ സംബന്ധം നിത്യമാണ്. അത് ലൗകിക ശബ്ദാർത്ഥ സംബന്ധത്തിൽ നിന്നല്ല, വേദത്തിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയല്ല ചെയ്തത്. ഇതിന് ഈ അധികരണത്തിന് ശേഷമായിട്ട് കുറേ ശ്ലോകങ്ങളും വ്യാഖ്യാനവും നിങ്ങളുടെ പുസ്തകത്തിലുണ്ടാകും. അതൊക്കെ നേരത്തെ പറഞ്ഞ പല പ്രമാണങ്ങളുടെ, ഓരോ പ്രമാണത്തിൻ്റെയും ഗതി എന്താണ്, അതിൻ്റെ പൂർവപക്ഷം എന്താണ്, ആ പ്രമാണം ഇതിൽ പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ട് എന്ന് വിസ്തരിച്ച് പറയുന്ന ഭാഗമാണ്. അപ്പോൾ അതെല്ലാം വായിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ 3 ദിവസം അത് മതിയാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ സ്വയം വായിച്ചറിയുക. അതിൻ്റെ സാരം ഈ അധികരണത്തിൽ പറഞ്ഞു. മറ്റ് പ്രമാണങ്ങൾ പ്രവർത്തിക്കില്ല, അതിന് കാരണങ്ങളാണ് അതിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഇനി 6ാമത്തെ അധികരണത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ 6ാമത്തെ അധികരണത്തിൽ ഈ ശബ്ദ സംബന്ധം നിത്യമാണ് എന്ന് പറഞ്ഞ്, ശബ്ദാർത്ഥ സംബന്ധം നിത്യമാണ്. ആ ശബ്ദാർത്ഥ സംബന്ധത്തിൽ വാച്യവാചകത സംബന്ധമായ കാര്യമാണ് അടുത്ത അധികരണത്തിൻ്റെ വിഷയം. ധർമ്മേ ശബ്ദസ്യൈവ പ്രാമാണ്യമിതി നിശ്ചിത്യ ശബ്ദ പ്രാമാണ്യസ്യ ദോഷരാഹിത്യ പ്രദർശനായ ശബ്ദാർത്ഥ സംബന്ധസ്യ നിത്യതാഭി പ്രസാദിത. ശബ്ദം പ്രാമാണ്യമാണെന്ന് നിശ്ചയിച്ചിട്ട് ശബ്ദപ്രാമാണ്യത്തിന് ദോഷമില്ലാതിരിക്കാൻ അതിൻ്റെ നിത്യതയും പറഞ്ഞതിന് ശേഷം ഇനി പറയാൻ പോകുന്നത് നച്ച സംബന്ധി നിത്യതാമന്തരേണ സംബന്ധ നിത്യതാ സംഭവ ഇതി ശബ്ദനിത്യത അധുനാ സാധനീയ ഭവതീതി സംഗതി. അവിടെ ശബ്ദാർത്ഥ സംബന്ധങ്ങളെയാണ് നിത്യമായിട്ട് പറഞ്ഞത്. പൂർവപക്ഷം പറഞ്ഞു ശബ്ദാർത്ഥ സംബന്ധം ലോകത്തു നിന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്, പ്രത്യക്ഷമായിട്ടാണ് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിനുത്തരമായിട്ട് ആ ശബ്ദാർത്ഥ സംബന്ധം എന്ന ശക്തി അത് നിത്യമാണ്, അത് തരംഗരൂപത്തിൽ എപ്പോഴും നിത്യമാണ്
എന്ന് പറഞ്ഞു നിർത്തി. പക്ഷേ ശബ്ദാർത്ഥ സംബന്ധം നിത്യമാണെന്ന് പറയുമ്പോൾ ശബ്ദവും നിത്യമാണെന്ന് പറയേണ്ടി വരും. ശബ്ദം നിത്യമാകാതെ ശബ്ദാർത്ഥ സംബന്ധം എങ്ങനെയാ നിത്യമാകുക? അപ്പൊ ശബ്ദം നിത്യമാണോ അല്ലയോ എന്ന് ചിന്തിക്കണം. വിഷയം അത് തന്നെയാണ്, ശബ്ദ സംബന്ധമായ വിഷയമാണ്. സംശയം വിദ്യാദിരൂപ ശബ്ദോ നിത്യോ അനിത്യോ വ. വിധിയിൽ പ്രയുക്തമായിട്ടുള്ള, ശാസ്ത്രങ്ങളിൽ പ്രയുക്തമായിട്ടുള്ള ശബ്ദം നിത്യമാണോ അനിത്യമാണോ എന്നത് സംശയം. അപ്പൊ ഇതാണ് ചർച്ചാ വിഷയം. അപ്പോൾ കേസെടുക്കുമ്പോൾ ആദ്യം പ്രതിവാദി പറയുകയാണ്, അനിത്യ ഏവ ശബ്ദോ വർണ്ണരൂപത്വാദ് വർണ്ണസ്യ ച ജന്യത്വാദിതി. ഇതിലെന്താ ഇത്രയധികം വിചാരം ചെയ്യാനുള്ളത്? ശബ്ദം അനിത്യം തന്നെയാണ്. അനിത്യ ഏവ ശബ്ദ. എന്തുകൊണ്ടാണ്? വർണ്ണരൂപത്വാദ്. ശബ്ദം എന്ന് പറയുന്നത് വർണ്ണങ്ങളാണ്. അകാരാദി വർണ്ണങ്ങൾ, കകാരാദി വർണ്ണങ്ങൾ. അപ്പൊ അങ്ങനെ വർണ്ണരൂപത്തിലുള്ള ശബ്ദം എങ്ങനെയാണ് നിത്യമാവുക? ഇപ്പൊ രാമഹ എന്നൊരു ശബ്ദം ഉച്ചരിക്കുമ്പോൾ തന്നെ രകാരം ആകാരം എന്ന് ഉച്ചരിച്ചു, മകാരം ഉച്ചരിച്ചു, പിന്നെ വിസർഗ അർത്ഥമാത്രം ഉച്ചരിച്ചു. ഇത്രയും കഴിയുമ്പോൾ ആദ്യം ഉച്ചരിച്ച രാ എന്നത് പോയതിന് ശേഷമാണ് പിന്നെ മാ എന്ന ഉച്ചാരണം വരുന്നത്. ഇപ്പൊ രാമഹ എന്ന ശബ്ദത്തിൽ പോലും ഓരോ വർണ്ണങ്ങള് വന്ന് കടന്നു പോവുകയാണ്. രാ എന്നതിൻ്റെ ഉച്ചാരണ സ്ഥാനം വേറെയാണ്, ആ എന്നതിൻ്റെ ഉച്ചാരണ സ്ഥാനം വേറെയാണ്. അകുഹ വിസർജനീയാനാം കണ്ഠ. മാ എന്നതിൻ്റെ ഉച്ചാരണ സ്ഥാനം വേറെയാണ്. വേറെ വേറെ ഉച്ചാരണ സ്ഥാനങ്ങളിലാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതിന് ഒന്നിന് ശേഷം മറ്റൊന്നിന് അസ്തിത്വമില്ല, അത് പോവുകയാണ്. അങ്ങനെ അനിത്യമായ ശബ്ദം, അനിത്യമായ വർണ്ണരൂപാത്മകമായ ശബ്ദം എങ്ങനെയാണ് നിത്യമാകുന്നത്? അത് ജന്യമാണ്. അതുകൊണ്ട് അത് നിത്യമല്ല എന്ന് പറയുമ്പോൾ സിദ്ധാന്തം പറയുകയാണ്, വർണ്ണാ ശബ്ദാശ്ച നിത്യായേവ അബാധിത പ്രത്യഭിജ്ഞാ വിഷയത്വാത്. ഇത് വളരെ ടെക്നിക്കൽ ആയിട്ടുള്ളൊരു വിഷയമാണ്. ഒരുപാട് പേര് ഈ വിഷയത്തിൽ PhD എടുത്തിട്ടുണ്ട്. അതായത് വർണ്ണാഹ ശബ്ദാശ്ച നിത്യായേവ. ശങ്കരാചാര്യ സ്വാമിജികളെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായവും വളരെ വ്യക്തമാണ്. ദേവതാധികരണത്തിലെ ഇത് സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. എന്താണോ മീമാംസകർ പറഞ്ഞത് അത് തന്നെ, അതിൽ ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്ത് അത് തന്നെ അംഗീകരിച്ചു. കാരണം ഇത് ഉപവർഷ ആചാര്യന്റെ പക്ഷമായി. നമ്മളൊരു ഉപവർഷാചാര്യനെ കുറിച്ച് കേട്ടിരുന്നല്ലോ, ഭഗവാൻ ഉപവർഷ എന്ന ആദരവോടുകൂടി ശവരസ്വാമിജികളും ശങ്കരാചാര്യ സ്വാമിജികളും പേരെടുത്ത് പറഞ്ഞ ആ ഉപവർഷ ആചാര്യനാണ് ഈ സിദ്ധാന്തം കൊണ്ടുവന്നത്. ഇപ്പൊ വർണ്ണങ്ങൾ തന്നെയാണ് ശബ്ദം, അകാരാദി വർണ്ണങ്ങൾ തന്നെയാണ് ശബ്ദം, അതിൽ സംശയമൊന്നുമില്ല. വർണ്ണാഹ നിത്യാഹേവ. ആ വർണ്ണങ്ങൾ നിത്യങ്ങൾ തന്നെ. അതിന് കാരണം എന്താണ്? അപ്പോൾ നമ്മൾ വർണ്ണങ്ങൾ ഓരോന്നും ഉണ്ടായിട്ട് നശിക്കുന്നു എന്ന് പറഞ്ഞതോ? അങ്ങനെയാണല്ലോ നമ്മുടെ അനുഭവം. ആ വർണ്ണങ്ങൾക്ക് പേര് തന്നെ അക്ഷരം എന്നാണ്. നക്ഷരതി ഇതി അക്ഷരഃ. മഹാഭാഷ്യത്തില് ആദ്യത്തെ ആഹ്നികത്തിൽ തന്നെ ഈ അക്ഷരത്തിന്റെ സ്വരൂപത്തെ വളരെ വ്യക്തമായിട്ട് പതഞ്ജലി അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിത്യമാണ്. ആ അക്ഷരത്തെയാണ് ശബ്ദബ്രഹ്മം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ശബ്ദം ഉണ്ടാകുന്നത്, അതിൽ നിന്നാണ് തരംഗങ്ങൾ ഉണ്ടാകുന്നത്, അതിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. ആകാശത്തിന്റെ രൂപത്തിൽ സൃഷ്ടി ഉണ്ടാകുന്നതൊക്കെ അങ്ങനെയാണ്. അങ്ങനെ ഒരു വലിയ ആധ്യാത്മിക സാധന തന്നെ അതിലുണ്ട്. അത് ഇപ്പോ വൈയാകരണയെ സംബന്ധിച്ചിടത്തോളം വ്യാകരണത്തിലെ ശബ്ദബ്രഹ്മം എന്ന് പറയുന്നത് ഈ തത്വത്തെയാണ്. ഇങ്ങനെയാണ് ശബ്ദബ്രഹ്മത്തിന്റെ സ്വരൂപം. പര, പശ്യന്തി, മധ്യമ, വൈഖരി എന്നൊക്കെ രൂപത്തിൽ പ്രകടമാകുന്നതും അക്ഷരങ്ങളുടെ വർണ്ണങ്ങളുടെ രൂപത്തിൽ പ്രകടമാകുന്നതും പിന്നെ അത് ശബ്ദരാശിയായി പ്രകടമാകുന്നതും വാക്യത്തിൽ പ്രകടമാകുന്നതും ഒക്കെ അതൊക്കെ വ്യാകരണം പഠിക്കുന്നവർക്കറിയാം. അവിടെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വർണ്ണങ്ങൾ തന്നെയാണ് ശബ്ദം, അത് നിത്യമാണ്. ഇതെങ്ങനെയാണ് നിത്യമായിരിക്കുന്നത്? അതിന് ഹേതു പറയുന്നത് നോക്കാം. അബാധിത പ്രത്യഭിജ്ഞാ വിഷയത്വാത്. 4 വട്ടം അകാരവർണം ഉച്ചരിച്ചാൽ അത് 4 വേറെ വേറെ അകാരങ്ങളാണ് ഉച്ചരിച്ചത് എന്ന് നമുക്ക് അനുഭവമില്ല. പിന്നെയോ ഏത് അകാരമാണോ ആദ്യം ഉച്ചരിച്ചത് ആ അകാരം തന്നെയാണ് പിന്നെയും ഉച്ചരിച്ചത്. ഈ ഓരോ അകാരം ഉച്ചരിക്കുമ്പോഴും ഉച്ചാരണ സമയത്ത് അത് ഉണ്ടാകുന്നു
ലയിക്കുന്നു എന്നത് ശരിയാണ്. പക്ഷേ ആ അകാരം തന്നെയാണ് ഈ അകാരം എന്ന പ്രത്യഭിജ്ഞയുണ്ട്. തത്താ ഇദന്താ അവഗാഹി ജ്ഞാനം പ്രത്യഭിജ്ഞ. പ്രത്യഭിജ്ഞയുടെ ലക്ഷണം അതാണ്. തത്താ ഇദന്താ അവഗാഹി ജ്ഞാനം. ആ പറഞ്ഞത്, ആ കണ്ടത് തന്നെയാണ് ഈ കാണുന്നത്. ഇന്നലെ ഒരാളെ കണ്ടു പരിചയപ്പെട്ടു, ഇന്ന് ആള് വീണ്ടും വന്നു. അപ്പൊ ഇന്നലെ കണ്ടത് വേറെ സ്ഥലത്ത്, വേറെ കാലത്ത്, വേറൊരവസരത്തിൽ. ഇന്ന് നമ്മൾ അയാളെ കാണുന്നത് മറ്റൊരു സ്ഥലത്ത്, മറ്റൊരു സമയത്ത്, മറ്റൊരവസരത്തിൽ. പക്ഷെ അയാളെ കണ്ട ഉടനെ നമ്മൾ തിരിച്ചറിയും, ഓ ഇയാള് ഇന്നലെ കണ്ട ആള് തന്നെയാണ്. സ്വയം ദേവദത്ത, ആ ദേവദത്തൻ തന്നെയാണ് ഈ ദേവദത്തൻ എന്ന് തിരിച്ചറിയുമ്പോൾ വ്യക്തിയിൽ ഭേദം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. വ്യക്തിയിൽ ഭേദം ഉണ്ടാകുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെ പറയുന്നത് ശരിയല്ല. അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ അടുത്ത് പറയണേ ഇന്നലെ കണ്ട ആളല്ല ഇന്ന് കണ്ടതെന്ന് പറഞ്ഞിട്ട് അയാളോട് സംസാരിച്ചാൽ അയാൾ പറയും, ഞാൻ നിങ്ങളെ ഇന്നലെ കണ്ടിരുന്നല്ലോ. നിങ്ങളെ ഇന്നലെ കണ്ടത് വേറെ ആയിരുന്നു, നിങ്ങൾ പുതിയ ആളാണെന്ന് പറഞ്ഞാൽ അത് വളരെ ദ്വേഷത്തിന് കാരണമാവും. അത് വ്യാവഹാരിക സത്യമല്ല. അതുപോലെ ഈ അകാരാദി വർണ്ണങ്ങളും നിരന്തരം ഉച്ചരിക്കുകയും അതിനെ പ്രയോഗിക്കുകയും ചെയ്യുന്നെങ്കിലും പ്രത്യഭിജ്ഞ എന്ന ആ തിരിച്ചറിവ് കൊണ്ട്, പ്രത്യഭിജ്ഞ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ തിരിച്ചറിവ്, ആ തിരിച്ചറിവ് കൊണ്ട് അതാണ് ഇതെന്ന് കരുതുന്നതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് ആദ്യം എഴുതി പഠിച്ച ആ അവർണം, അകാരമെന്ന അവർണം, ആ വർണ്ണം തന്നെയാണ് ഇപ്പോ പണ്ഡിതനായതിനു ശേഷവും ആ എന്ന് ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയോ? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ അവർണം നമുക്ക് എവിടെ നിന്ന് കിട്ടി? ഇത് നമ്മുടെ ഗുരു ഉച്ചരിച്ചപ്പോൾ കിട്ടി. നമ്മുടെ ഗുരു ഉച്ചരിച്ചാണത് പഠിപ്പിച്ചത്, ആ യൂണറിലൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഉച്ചരിച്ചതിൽ നിന്ന് നമുക്ക് കിട്ടി. അത് കഴിഞ്ഞ് അതിന് പുറകെ പോകൂ, ഗുരുവിന് എവിടെ നിന്ന് കിട്ടി? ഗുരുവിന്റെ ഗുരു ഉച്ചരിച്ചത് കിട്ടി. അപ്പൊ ഗുരുവിന്റെ ഗുരുവിന്റെ ഗുരു എന്നുള്ള ആ പരമ്പരയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആദ്യം ഉച്ചരിച്ചത് നാരായണം പത്മഭവം വശിഷ്ഠം. ഏത് പരമ്പരയിൽ നോക്കിയാലും ഹിരണ്യഗർഭനിലോ ബ്രഹ്മാവിലോ നാരായണനിലോ അങ്ങനെ ഒരു വ്യാപകമായ ചൈതന്യ തത്വത്തിൽ ചെന്ന് നിൽക്കും. അവിടെ നിന്നാണ് ഇത് ആദ്യം പ്രകടമായത്. അത് ഋഷികളിലെത്തി, ഋഷികൾ ഉച്ചരിച്ചു, ഗുരുപരമ്പരയിൽ ഇവിടെ എത്തി. ആ എത്തിയത് അതേ അവർണമാണ്, അകാരവർണമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതല്ല എന്ന് ആർക്കും സിദ്ധിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ എല്ലാം അവ്യവസ്ഥിതമായി പോവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞ പരമ്പര എവിടം വരെ ഉണ്ടോ അവിടം വരെ ആ അവർണമാണ് ഈ അവർണം എന്ന് പറയാം. അതായത് ബ്രഹ്മാവ് ഉച്ചരിച്ചത് ഏതൊരു അവർണമാണോ അത് പരമ്പരാഗതമായി തന്നെ കിട്ടിയതാണെങ്കിൽ, അല്ലാതെ നമ്മൾ വേറെ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പറ്റില്ല. പരമ്പരാഗതമായിട്ട് കേട്ട് പഠിക്കണം. ഈ കേട്ട് പഠിച്ചതാണ് ഇപ്പോൾ ഉള്ള വർണ്ണങ്ങൾ. ഇപ്പൊ ഭാഷ പഠിക്കണമെങ്കിൽ കേട്ട് പഠിക്കണമല്ലോ. ഭാഷ കേട്ട് തന്നെയാണ് പഠിക്കേണ്ടത്, പറഞ്ഞാണ് പഠിക്കേണ്ടത്. അപ്പൊ അങ്ങനെ പഠിച്ചതാണെങ്കിൽ ആ അവർണം തന്നെയാണ് ഈ അവർണം എന്നതിന് യാതൊരു സംശയമില്ല. ഇപ്പോ ശങ്കരാചാര്യ സ്വാമിജികൾ പഠിച്ച മീമാംസാ ദർശനത്തിലെ സൂത്രങ്ങൾ, ഇപ്പോൾ ശങ്കരാചാര്യ സ്വാമിജികൾ തന്നെ പഠിച്ച സാഖ്യകാരിക ശ്ലോകങ്ങൾ, കാരണം അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട് ഭാഷ്യത്തില്, ഈ സൂത്രങ്ങളൊക്കെ അദ്ദേഹം ഉദ്ധരിച്ചത് കൊണ്ട് അത് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അദ്ദേഹം പഠിച്ചതോ അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാർ പഠിച്ചത്. അതങ്ങനെ വിചാരിക്കുന്നതിൽ എന്താ ഇപ്പോൾ ഒരു കുറവ്, അല്ലെങ്കിൽ എന്താണ് നമുക്കൊരു സംശയം? അപ്പൊ ഇതാണ് ഈ പരമ്പര എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ശബ്ദ വർണ്ണ സംബന്ധം നിത്യമായിരിക്കുന്നത്. ഈ വർണ്ണങ്ങൾ സംബന്ധിച്ചാണ് ഇനി അതില് അപൗരുഷേയ അധികരണത്തിൽ നമ്മൾ പറയും, വർണ്ണങ്ങൾ സംബന്ധിക്കുന്നതാണ് സ്വരം. വേദത്തിന്റെ സ്വരം ഓരോ വർണ്ണങ്ങളിലുമാണ്, സ്വരവർണ്ണമാണ്. വ്യഞ്ജനങ്ങളിൽ വർണ്ണമില്ല, സ്വരവർണ്ണം. അപ്പൊ ആ സ്വരവർണ്ണങ്ങളിൽ നിൽക്കുന്ന വേദസ്വരവും അതുപോലെ തന്നെ പരമ്പരയായിട്ട് നിത്യമായിട്ടുള്ളതാണ്. ഇപ്പൊ ആ എന്ന് ഉച്ചരിക്കേണ്ടടുത്ത് ആ എന്ന് തന്നെയല്ലേ ഉച്ചരിക്കേണ്ടത്. അതിന് ആ എന്ന് ഉച്ചരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആക്ക് പകരം ഈ എന്ന് ഉച്ചരിക്കാനും പറ്റില്ല. അപ്പൊ ആയാണ് ഉച്ചരിക്കേണ്ടതെങ്കിൽ ആ ഉച്ചരിക്കേണ്ട ഒരു മാത്രയുണ്ട്. സംവൃതമാണ് അകാരം, അകാരത്തിന്റെ സ്വരൂപം. പ്രക്രിയാദശായാം വിവൃതമേവ ലഘുസിദ്ധാന്തത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ.
അതുകൊണ്ട് പാണിനി സൂത്രത്തിന്റെ അവസാന സൂത്രം ഏതാണ്? ആ ആ. പാണിനി സൂത്രത്തിലെ അവസാനത്തെ സൂത്രം ആ ആ എന്നാണ്. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? ഈ പാണിനി സൂത്രങ്ങൾ, ആ സൂത്രങ്ങൾ 3997 ഒരു കണക്കിൽ കുറച്ച് കുറയും. അപ്പോൾ ഈ ഇത്രയും സൂത്രങ്ങളിൽ പറഞ്ഞ ആ അകാരവർണ്ണത്തിന്റെ പ്രയോഗം വിവൃതമായിരുന്നു. കാരണം എന്താണ്? പ്രയോഗിക്കാൻ എളുപ്പത്തിന് വേണ്ടി വിവൃതമായിരുന്നു. പക്ഷേ വാസ്തവത്തിൽ അകാരവർണ്ണത്തിന്റെ സ്വരൂപം, ഉച്ചാരണ രീതി സംവൃതമാണ് എന്ന് സ്ഥാപിക്കാനാണ് ആ ആ എന്ന് ഉച്ചരിച്ചത്. അത്രേ പറഞ്ഞുള്ളൂ. അത് എന്താണെന്ന് പറഞ്ഞില്ല. അത് അവിടുന്ന് അനുക്രമം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. സ്വരത്തിന്റെ പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. അവസാനം സ്വരത്തിൽ വന്ന് സംവൃതമാണെന്ന് പറഞ്ഞു. സംവൃതമാണെന്ന് പറഞ്ഞാൽ ആ ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. ആ എന്നുള്ളത് വാ തുറക്കുന്ന അത്രയേ വരുള്ളത്. ആ എന്ന് പറഞ്ഞാൽ അത് വിവൃതമായി. നമ്മൾ വായി തുറന്നു കഴിഞ്ഞാൽ അത് വിവൃതമായി. അപ്പൊ അത് കണ്ഠം ആദ്യം തുറക്കുന്ന ആ ഒരു സ്വരം ഇപ്പൊ നമ്മൾ അഭ്യസിച്ച് അത് വരാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഈ കുട്ടികൾ ആദ്യം പറയുന്നുണ്ടല്ലോ ആ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുള്ളൂ. അവസാനം ആ ഇങ്ങനെയാ തുടങ്ങുക. ആ കൊച്ചു കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ആ എന്ന് ഉച്ചരിച്ചാ തുടങ്ങുന്നത്. ആ ഉച്ചരിക്കുന്ന രീതിയാണ് ആ. അത് വാ തുറക്കാൻ പാടില്ല. തുറക്കാതെ തന്നെ അകാരം കണ്ഠത്തിൽ നിന്ന് വരണം. അതിനെയാണ് സംവൃതം എന്ന് പറയുന്നത്. ഇതൊക്കെ വ്യാകരണത്തിലുള്ള വിഷയമാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഉച്ചാരണ സ്വരങ്ങള് നിശ്ചിതമാണ്. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭേദപ്പെടുത്താൻ പറ്റില്ല, വിശേഷിച്ചു വേദത്തിൽ. അതുകൊണ്ടാണ് വേദത്തിന്റെ സ്വരങ്ങൾ സമ്പ്രദായ പ്രകാരം തന്നെ കേൾക്കണമെന്ന് പറയുന്നത്. അതിനെ മാറ്റിമറിക്കാൻ പറ്റില്ല. അതിന് നിശ്ചിതമായ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയ്ക്ക് നിയമമുണ്ട്. വൈദിക സൂത്രങ്ങളുണ്ട്. വൈദിക വർണ്ണ വ്യവസ്ഥ എങ്ങനെയാണ് വച്ചിരിക്കുന്നത്, ആ വർണ്ണങ്ങൾ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന്, തമ്മിൽ ചേരുന്നതിന് നിയമങ്ങൾ, ഇങ്ങനെ ഒരുപാട് അതിൻ്റെ വിഭാഗങ്ങളുണ്ട്. അതനുസരിച്ചിട്ടാണ് അതിൻ്റെ നിത്യത വരുന്നത്. അങ്ങനെ വർണ്ണങ്ങൾ നിത്യമായിരിക്കുന്നു. അതിൻ്റെ നിത്യത്വം പ്രത്യഭിജ്ഞ എന്ന പ്രമാണം കൊണ്ടാണ് സിദ്ധിക്കുന്നത്, തിരിച്ചറിവ് എന്ന പ്രമാണം കൊണ്ട്. യാച്ച ഉത്പത്തിർ മന്യതേ സാ അസ്യ അഭിവ്യക്തിരേവ. അപ്പൊ നമ്മൾ ഉത്പത്തി ഉണ്ടാകുന്നതായിട്ട് അനുഭവിക്കുന്നത്, ഉത്പത്തി ലയം ആയിട്ട് അകാരവർണ്ണങ്ങളും അകാരവർണ്ണങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ രാമശബ്ദത്തിൽ കാണിച്ചതുപോലെ ആ ഉത്പത്തി ലയം എന്ന് പറയുന്നത് അഭിവ്യക്തിയാണ്. അകാരവർണ്ണത്തെ അഭിവ്യക്തമാക്കാൻ ഉച്ചാരണ സ്ഥാനങ്ങൾ ഉപയോഗിച്ച് വായുവിനെ മഹാപ്രാണൻ അല്പപ്രാണൻ എന്നൊക്കെ രീതിയിൽ വായുവിനെ പുറത്തേക്ക് വിടുമ്പോൾ ആ ശബ്ദം ഉച്ചരിക്കപ്പെടും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ശബ്ദം ഉണ്ടായത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാണ്. ഇത് പിടിച്ചിട്ടാണ്, ഈ ഒരു പ്രക്രിയ മനസ്സിലാക്കിയിട്ടാണ് ശങ്കരാചാര്യ സ്വാമിജികള് വേദത്തിന്റെ നിത്യത്വം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഉച്ചരിക്കുന്ന ശബ്ദം കേവലം പ്രകടനം മാത്രമാണ്. ശബ്ദം ശരിക്കും ഉള്ളത് അതിനപ്പുറത്താണ്. മനസ്സിൽ ആദ്യം ശബ്ദം വരുന്നു, പിന്നെ അതിനെ എങ്ങനെ ഉച്ചരിക്കണമെന്ന് നമ്മുടെ പൂർവ്വ അഭ്യാസം കൊണ്ട് ആ ഉച്ചാരണം നിശ്ചയമാകുന്നു. പിന്നെ നമ്മൾ ഉച്ചരിക്കുന്നു. തെറ്റായ ഉച്ചാരണങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമുക്ക് മാറ്റാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ശബ്ദം മാറിപ്പോയി എന്നാണോ? അല്ല, ഉച്ചാരണത്തിൽ വന്ന പിശക് മാറ്റിയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഇത് രണ്ടും രണ്ട് പ്രക്രിയയാണ്. ശബ്ദം ആദ്യം മനസ്സിൽ പ്രകടമാകുന്നു. അങ്ങനെ ഋഷികളുടെ മനസ്സിൽ ശബ്ദം പ്രകടമാകുന്നു. അവർക്ക് പൂർവാഭ്യാസം കൊണ്ട് അത് ഉച്ചരിക്കാനും കഴിയുന്നു, അല്ലെങ്കിൽ ഗുരുപരമ്പരയിലൂടെ അത് ഉച്ചരിക്കുന്നു. അവതാരങ്ങൾ പോലും ഗുരുക്കന്മാരിൽ നിന്ന് അഭ്യസിച്ചറിയുന്നത് അതുകൊണ്ടാണ്. ശങ്കരാചാര്യ സ്വാമിജികൾ അവതാരമായിരുന്നു, കൃഷ്ണൻ അവതാരമായിരുന്നു, രാമൻ അവതാരമായിരുന്നു. ഇവരൊക്കെ ഗുരുക്കന്മാരുടെ അടുത്ത് പോയി പഠിച്ചു. എന്താ, അവർക്ക് വേദം സ്വയം അങ്ങ് ഉച്ചരിക്കാൻ പാടില്ലായിരുന്നു? അങ്ങനെ ചെയ്തില്ല. കാരണം സ്വയം ഉച്ചരിക്കേണ്ടതിൻ്റെയും അതിൻ്റെ സംബന്ധത്തെയും ഗുരുപരമ്പരയിൽ ചേർക്കണം, അറിയാമായിരുന്നാൽ കൂടി. അപ്പൊ അതുകൊണ്ട് ഈ ഉത്പത്തി ലയം എന്ന് പറയുന്നത് അഭിവ്യക്തിയും അനഭിവ്യക്തിയുമാണ്. അത് മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. വേദത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സൃഷ്ടിയുടെ ആദിയിൽ, ഓരോ കൽപ്പത്തിന്റെ ആദിയിലും അസ്യ മഹതോ ഭൂതസ്യ നിശ്വസിതമേത ദൃഗ്വേദ എന്നൊക്കെയുള്ള നിയമപ്രകാരം പൂർവ്വം എങ്ങനെയായിരുന്നു അങ്ങനെ അതിൻ്റെ അഭിവ്യക്തി വരും. പിന്നെ അതിൻ്റെ അങ്ങനെ ഉച്ചരിക്കുന്നവരില്ലാതാകുമ്പോൾ അത് ലയിച്ചതായും പോവും.
ഇപ്പൊ ഉച്ചരിക്കുന്നവരില്ലെങ്കിൽ വേദം നഷ്ടപ്പെട്ടു എന്നല്ല പറയുന്നത്. വേദത്തെ ഉച്ചരിക്കുന്നവരില്ല, അതുകൊണ്ട് അതിപ്പോ അറിയാൻ കഴിയുന്നില്ല. ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും ഉച്ചരിക്കുന്നവർ വരുമ്പോ വീണ്ടും ആ വേദം പ്രകടമാകും. അങ്ങനെയാണ് ഈ സിസ്റ്റം നടക്കുന്നത്. മഹാപ്രളയത്തിലെല്ലാം നശിക്കും, അവിടെ ഒന്നും ശേഷിക്കില്ല, ഉച്ചരിക്കുന്നവരാരും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ നിൽക്കുക? അപ്പൊ അവിടെ വേദം അടുത്ത കൽപ്പത്തില് സപ്തർഷികളിലൂടെ വീണ്ടും പ്രകടമാകും, ബ്രഹ്മാവിലൂടെ പ്രകടമാകും. അങ്ങനെയാണ് കൽപ്പന. ആ ആദ്യം പ്രകടമാക്കാൻ ജനിക്കുന്ന ഋഷികളുടെ ആ ഒരു പരമ്പരയാണ് സപ്തർഷി പരമ്പരയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ ശബ്ദം നിത്യമാണ്, അത് വർണ്ണരൂപം തന്നെയാണ്. എന്താണോ ഇപ്പം നമുക്ക് ലോകത്ത് പ്രാപ്തമായിരിക്കുന്നത് അത് തന്നെയാണ് എന്ന് ഇവിടെ പറഞ്ഞു. ഇത് സംബന്ധിച്ച് തന്നെയാണ് ഒരു അധികരണം. വാക്യത്തിനെ കുറിച്ചാണ്. ഇതിൽ സംയോജിതമായിട്ടുള്ള അധികരണമാണ്. ഈ ചില അധികരണങ്ങൾ ഇവിടെ വേർതിരിച്ചിരിക്കുന്നത് ചില വ്യാഖ്യാതാക്കൾ വേർതിരിച്ചിട്ടില്ല. ഇപ്പൊ ഈ വാക്യാധികരണവും നേരത്തെ പറഞ്ഞ രണ്ടധികരണവും ഒന്നാക്കിയിട്ടുണ്ട് ചിലവര്. കാരണം അതിൽ വിശേഷ വിഷയമായിട്ടില്ലാത്തത് കൊണ്ടും മുമ്പ് പറഞ്ഞ കാര്യം പുനഃ സ്ഥാപിക്കുക എന്നുള്ളതാണ്, വാക്യസംബന്ധമായിട്ട് സ്ഥാപിക്കുക. അപ്പൊ വിഷയം എന്ന് പറയുന്നത് വിധിവാക്യ പ്രാമാണ്യമേവ വിഷയ. ഈ അധികരണത്തിന് വാക്യാധികരണം എന്നാണ് പേര്. വിധിവാക്യത്തിന്റെ പ്രാമാണ്യം തന്നെയാണ് ഇതിലും വിഷയം. സംശയം എന്താണ്? വൈദികം വിധിവാക്യം പ്രമാണം നവായിതി. ഇപ്പോൾ വർണ്ണങ്ങളെക്കുറിച്ചും ശബ്ദങ്ങളെക്കുറിച്ചുമാണ് നാം ചിന്തിച്ചത്. ഇനി വൈദിക വിധിവാക്യങ്ങൾ പ്രമാണമാണോ അല്ലയോ? വാക്യരൂപത്തിൽ പ്രമാണമാണോ? കാരണം വാക്യങ്ങൾ പദങ്ങൾ ചേർന്നാണ് ഉണ്ടാകുന്നത്. പദങ്ങളെ ചേർക്കുന്നത് നമ്മൾ ശ്രേഷ്ഠപ്രകാരമാണ് ചേർക്കുന്നത്. പദത്തിന് അപ്പുറത്തുപുറത്തൊക്കെ മാറ്റിവെക്കാം. സംസ്കൃതത്തിൽ പ്രത്യേകിച്ച് രാമഃ ഗ്രാമം ഗച്ഛതി, ഗച്ഛതി രാമഃ ഗ്രാമം, ഗ്രാമം രാമഃ ഗച്ഛതി എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. എങ്ങനെ പറഞ്ഞാലും അർത്ഥം വരും. അപ്പൊ ഈ വാക്യയോജന നിത്യമാണോ അനിത്യമാണോ എന്ന സംശയമാണ്. പൂർവപക്ഷം പറയുന്നത് വിധിവാക്യാത് ന പ്രമാണം തദ്ഘടക സംഗത്യപേക്ഷത്വേന നിരപേക്ഷത്വ അഭാവാദിതി പൂർവപക്ഷ. ഈ വിധിവാക്യം പ്രമാണമാകില്ല, വാക്യത്തിന്റെ രൂപത്തിൽ പ്രമാണമാകില്ല. ശബ്ദം താങ്കൾ പറഞ്ഞ പോലെ ആവാം. കാരണം ശബ്ദം വർണ്ണങ്ങൾ കൊണ്ടുണ്ടാകുന്നു. ആ വർണ്ണങ്ങളുടെ ഉച്ചാരണം പ്രത്യഭിജ്ഞ കൊണ്ട് ഒന്നാണെന്ന് കരുതി പ്രത്യേക വർണ്ണങ്ങളെ ചേർക്കുന്നത് പരമ്പരയിൽ നിന്ന് മനസ്സിലാക്കി ഗൗ എന്നും ഘടമെന്നും ഒക്കെയുള്ള ശബ്ദങ്ങൾ നമ്മൾ അറിയുന്നു. അത് ശരി. പക്ഷെ വാക്യരചനയിൽ പറയുന്ന ആളിന് സ്വാതന്ത്ര്യമുണ്ട്. തദ്ഘടക സംഗതി അപേക്ഷത്വ. പദങ്ങളെ ഘടിപ്പിക്കുന്നത് സംഗതി നോക്കിയാണ്. എന്ത് സംഗതി, എന്ത് സംബന്ധമാണ് അത് നോക്കിയാണ് പദഘടന. ആ നിലയ്ക്ക് ആ വാക്യങ്ങൾ നിരപേക്ഷമല്ല, സാപേക്ഷമാണ്. സാപേക്ഷം എന്ന് പറഞ്ഞാൽ പദഘടനയെ അപേക്ഷിച്ചാണ് അത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത് നിരപേക്ഷമല്ലാത്തത് കൊണ്ട് നിത്യമാകില്ല. നിരപേക്ഷമായിരുന്നുവെങ്കിൽ നിത്യമായേനെ. വാക്യം അനിത്യമാണ് എന്ന പൂർവപക്ഷത്തിന് ഉത്തരമാണ് സിദ്ധാന്തം. പദാർത്ഥാഹ ഏവ അവഗതാഹ വാക്യാർത്ഥം ഗമയന്തി നാസ്തി പദാർത്ഥേഭ്യോ അതിരിക്തോ വാക്യാർത്ഥോ നാമ. ഈ വാക്യം എന്ന് പറയുന്നത് എന്താണ്? പദസമൂഹ വാക്യ. വാക്യം പദസമൂഹത്തെയാണ് വാക്യം എന്ന് പറയുന്നത്. അപ്പോൾ പദങ്ങളുടെ അർത്ഥം, പദങ്ങളുടെ സ്വരം ഏത് നിലയ്ക്കാണോ ഉള്ളത് അതിനെ അർത്ഥവിവക്ഷയാ വാക്യം ഉണ്ടാക്കുന്നു. ആ വാക്യത്തില് സംബന്ധം വരുന്നു. അതിന് സംഹിതാ സംബന്ധം, പരസന്നിഹർഷ സംഹിത വ്യാകരണത്തിൽ നിങ്ങൾ പഠിക്കുന്ന സൂത്രമാണ്. ആ പരസന്നിഹർഷം നോക്കി, സംബന്ധം നോക്കി അതിൽ വേണ്ട സന്ധി സമാസങ്ങളൊക്കെ നിയമപ്രകാരം ചെയ്യുന്നു. അതുകൊണ്ട് പദത്തിന്റെ അതേ സ്വഭാവം തന്നെയാണ് വാക്യഘടനയ്ക്കും വരിക. അർത്ഥവിവക്ഷയാ പദസംബന്ധമാണ് വാക്യഘടന. അതുകൊണ്ട് പദാർത്ഥ നിത്യത കൊണ്ട് വാക്യാർത്ഥ നിത്യയും മനസ്സിലാക്കണം എന്ന് സിദ്ധാന്തം പറഞ്ഞു. ഈ രീതിയിൽ ഏഴാമത്തെ അധികരണം പൂർണ്ണമാകുന്നു. ഈ പാദത്തിലെ, ഒന്നാമത്തെ പാദത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, മഹത്വപൂർണമായിട്ടുള്ള അധികരണമാണ് ഈ എട്ടാമത്തെ അവസാനത്തെ അധികരണം. വേദ അപൗരുഷേയത്തെ കുറിച്ച് പറയുന്ന അധികരണം. അഷ്ടമാധികരണം ഇതം
ഭവതു നാമ വേദസ്യ ധർമ്മേ പ്രാമാണ്യം. വേദം ധർമ്മത്തിന് പ്രമാണമാണ് എന്നത് ശരിയാണ്. വേദം എന്ന് പറഞ്ഞാൽ വേദശാസ്ത്രം ധർമ്മത്തിന് പ്രമാണം. യദി പുരുഷകൃതോ അസൗ അനിത്യ, ഈ വേദം പുരുഷകൃതമാണെങ്കിൽ, ഒരു വ്യക്തി ഉണ്ടാക്കിയതാണെങ്കിൽ അല്ലെങ്കിൽ വ്യക്തികൾ ഉണ്ടാക്കിയതാണെങ്കിൽ അത് അനിത്യമാകും. തർഹി പുരുഷ അപരാധാത് അസ്യ പ്രാമാണ്യമപി ശങ്കാസ്പദം ഭവതി. ഒരു വ്യക്തി ഉണ്ടാക്കുമ്പോൾ ആ വ്യക്തിയുടെ ഗുണദോഷങ്ങൾ അതിൽ പ്രതിഫലിക്കും. വൈയക്തികമായ ദോഷങ്ങൾ അതിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. വ്യക്തി ഭ്രമിതനാണെങ്കിൽ പറയുന്ന കാര്യങ്ങളിൽ ഭ്രമം ഉണ്ടാകും. വ്യക്തിക്ക് ലോഭം ഉണ്ടെങ്കിൽ അതുണ്ടാകും. രാഗം, ദ്വേഷം ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയുന്ന കാര്യങ്ങളിൽ പ്രതിഫലിക്കും. അപ്പോൾ വൈയക്തികമായ ദോഷങ്ങൾ ഉണ്ടാകും ഈ വേദം വ്യക്തികളാൽ നിർമ്മിക്കപ്പെട്ടതാണെങ്കിൽ. അപ്പോൾ നിരവധ്യ പ്രാമാണ്യ സ്ഥാപനായ, ദോഷങ്ങളില്ലാതെ, അവധ്യം എന്ന് പറഞ്ഞാൽ ദോഷം, നിരവധ്യമായ പ്രാമാണ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി അപൗരുഷേയത്വം തതശ്ച നിത്യത്വം സാധനീയ തത് പ്രാമാണ്യ സിദ്ധ്യർത്ഥമേവ ഇതി സംഗതി. അപ്പൊ അതുകൊണ്ട് അപൗരുഷേയമാണ് വേദമെന്ന് സ്ഥാപിക്കേണ്ടി വരും. പൗരുഷേയം പുരുഷന്മാരാൽ ഉണ്ടാക്കപ്പെടുന്നത്, അപൗരുഷേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കപ്പെടാത്തത്. വ്യക്തികൾ ഉച്ചരിക്കുന്നു, അതിനെ പ്രയോഗിക്കുന്നു എന്നത് ശരിയാണ്. പക്ഷേ അവരതിനെ നിർമ്മിക്കുന്നില്ല. ഇപ്പൊ ഈ ആകാരത്തിൻ്റെയും വർണ്ണങ്ങളുടെയും കാര്യം പറഞ്ഞതുപോലെ, വർണ്ണങ്ങൾ ആരാ നിർമ്മിച്ചത്, ആര് നിർമ്മിച്ചത് എന്ന് അറിയുന്നില്ല. ഇപ്പൊ ഡാർവിൻ്റെ സിദ്ധാന്തം പഠിച്ചവർക്ക്, ഭാഷാ പരിണാമ സിദ്ധാന്തം പഠിച്ചവർക്ക് ഇത് കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാകില്ല. അവർക്ക് ഇത് രസിക്കുകയില്ല. ഇതെന്തോ കാര്യങ്ങൾ പറയുന്നു, ഇതിൽ യാതൊരു ബന്ധവും ഇല്ല. കാരണം എന്താണ്? ഭാഷ ഡെവലപ്പ് ചെയ്ത് വന്നത് ഡാർവിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് പരിണാമ സിദ്ധാന്തത്തിലൂടെയാണ്. ആദ്യം നമുക്ക് വെറും മൂളാനും കൂകാനും ഒക്കെ കഴിഞ്ഞിരുന്നുള്ളൂ. പിന്നെ കുറേശ്ശെ ഈ പറഞ്ഞ ആ ഊ എന്നൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ പല പരിണാമങ്ങൾ കടന്ന് വർഷങ്ങളായി മാറിയാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഭാഷ വന്നിട്ടുള്ളത് എന്നാണ് ഒരു ഭാഷാ പരിണാമത്തിൻ്റെ സിദ്ധാന്തം പറയുന്നത്. ആ സിദ്ധാന്തം അനുസരിച്ച് നോക്കിയാൽ ഇപ്പോൾ അകാര ഉകാരാദി വർണ്ണങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, ഉച്ചരിച്ചിരുന്നു എന്ന് പറയാൻ കഴിയില്ല. അപ്പം അവിടെയാണ് ഈ ഭാഷയും നമ്മൾ പറയുന്ന വേദത്തിൻ്റെ ഈ തത്വജ്ഞാനവും ഭാഷാ പരിണാമ സിദ്ധാന്തം ഇപ്പോൾ തെറ്റാണെന്ന് സ്ഥാപിച്ചു വന്നിട്ടുണ്ട്. അതിൽ അവർ പറയുന്ന ആ അർത്ഥനിശ്ചയങ്ങൾ കാലാന്തരത്തിലാണ് എന്നുള്ളത് വെറും ഊഹമാണ്. ഇപ്പോൾ ഇവരെന്താണോ ഭാഷാ പരിണാമത്തിൻ്റെ സിദ്ധാന്തം പറയുന്നത്, ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പോലെ തന്നെ അനേകം ഊഹങ്ങളിലും അനുമാനങ്ങളിലും കമ്പാരിസണിലും ഒക്കെ നിന്നുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഏതായാലും ഇവിടെ ആ പരിണാമ സിദ്ധാന്തത്തിന് വകയില്ലാത്തത് എന്തുകൊണ്ടെന്നാൽ, ഇവിടെ നമ്മൾ പറയുന്നത് ഈ ജ്ഞാനം മനസ്സിൻ്റെ ഒരു പ്രത്യേക തലത്തിൽ ആവിർഭൂതമാകുന്നതായിട്ടാണ് പറയുന്നത്. അതിന് തെളിവുകളായിട്ട് ഇന്ന് നമുക്ക് പലതും കാണിക്കാൻ പറ്റും. കൊച്ചു കുട്ടികൾ ജനിക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ പല ഭാഷകൾ സംസാരിക്കുന്ന കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ പല ഭാഷകൾ പഠിക്കാനുള്ള കഴിവോടുകൂടി ജനിക്കുന്നവരുണ്ട്. സംഗീതത്തിൻ്റെ ജ്ഞാനത്തോടു കൂടി ജനിക്കുന്നവരുണ്ട്. ഇങ്ങനെ അതത് കലകളിൽ നൈപുണ്യത്തോടു കൂടി ജനിക്കുന്നവരുണ്ട്. അപ്പം ഇതെങ്ങനെ സാധ്യമാകുന്നു? അച്ഛനും അമ്മയിലും ഇല്ലാത്ത ചില കലകൾ കുട്ടികളിൽ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ അച്ഛനും അമ്മയിലും ഉള്ള കലകളും ഇല്ലാതാകാറുണ്ട്. അതിന് അവരുടെ ഒരു സിദ്ധാന്തമുണ്ട്, DNA അനുസരിച്ച് വരുന്നത്. പക്ഷേ ഈ ഭാഷാജ്ഞാനവും ബാക്കി സംഗീതത്തിൻ്റെതായിട്ടുള്ള കലകളും അതൊരു പ്രത്യേക മനസ്സിൻ്റെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേക ഡെവലപ്മെൻ്റാണ്. അതങ്ങനെ സാധിക്കുന്നു. അപ്പോൾ അതിൽ ആ എഫിഷ്യൻസി, ആ വിശേഷ ഗുണം ഉണ്ടാകുന്നു. ആ വിശേഷ ഗുണത്തെയാണ് നമ്മളിവിടെ വേദത്തിൻ്റെ ദർശനം എന്ന് പറയുന്നത്. ആ അവസ്ഥ പ്രാപിച്ച
മനസ്സിലുണ്ടാകുന്ന ഈ വിശേഷ ഗുണം. അങ്ങനെ അതിലെ യഥാർത്ഥമായി അത് പ്രകടമാകും. ഇപ്പോൾ പൂർവജന്മ സംബന്ധമായി ജന്മം അംഗീകരിക്കുമ്പോൾ ഈ പ്രശ്നം തന്നെ സോൾവ് ആകും. ജന്മം അംഗീകരിക്കാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇനി ഡാർവിൻ്റെ സിദ്ധാന്തവും ശരിക്കും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ജന്മം അംഗീകരിക്കാതെ ഡാർവിൻ്റെ സിദ്ധാന്തത്തിന് യാതൊരു അസ്തിത്വവും ഇല്ല. കാരണം എന്താ പറയുന്നത്, അച്ഛൻ്റെ ഗുണം മകനിലേക്ക് കൊടുക്കുന്നു, അങ്ങനെ പരമ്പരയായിട്ട് വരുന്നു. അപ്പൊ എന്തായി, അച്ഛനിലുണ്ടായിരുന്ന അത് അച്ഛനിലായിരുന്നു, അതിന് ഒരു രണ്ടാമതൊരു ജന്മം ഉണ്ടായി, ഒരു ഡെവലപ്മെന്റ് ഉണ്ടായി. അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അത് DNA വന്നു എന്ന് പറഞ്ഞാലും മറ്റേത് രീതിയിൽ വന്നു എന്ന് പറഞ്ഞാലും ആ ഗുണം വന്നതിന് ഒരു അവസ്ഥാന്തരം ഉണ്ടായി. അപ്പൊ അതിൽ തന്നെ പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന ഗുണത്തിനും മെച്ചപ്പെട്ടതായിരിക്കും പിന്നെ വരുന്ന ഗുണമെന്ന്, പിന്നെ മകനുണ്ടാകുന്ന ഗുണം അതിൽ മെച്ചപ്പെട്ടതായിരിക്കുമെന്ന്. അതും ഇപ്പോൾ ഒരു രീതിയിൽ തള്ളപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവണമെന്ന് നിയമമൊന്നുമില്ല. പക്ഷെ അത് പറയുമ്പോഴും അതിലും ഈ ആവൃത്തിയുണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് മെച്ചപ്പെട്ടതായിട്ടുള്ളൊരു ആവൃത്തി അത് വീണ്ടും ഉണ്ടായല്ലോ. നേരത്തെ ഉണ്ടായതല്ല ഇപ്പോൾ ഉണ്ടായതെന്ന് പറയേണ്ടി വരും. അപ്പൊ അതിൻ്റെ ഗുണങ്ങൾ അതിലുണ്ടായിരുന്നു, പക്ഷെ ഇത് മെച്ചപ്പെട്ടാണ് ഉണ്ടായത്. ആ മെച്ചപ്പെട്ടുണ്ടാകുന്നതിന് തന്നെ നമ്മളൊരു പുനരാവൃത്തി, ഒരു പുനർജനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റീക്രിയേഷനാണ്. റീബർത്ത് എന്നുള്ള വാക്ക് മാറ്റിയിൽ പറഞ്ഞാൽ റീക്രിയേഷൻ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ റീക്രിയേഷൻ്റെ ഒരു പരമ്പരയാണ് നമ്മൾ റീബർത്തായിട്ട് പറയുന്നത്. ഇപ്പൊ റീബർത്ത് അംഗീകരിക്കാതെ ഇത് ഏത് രീതിയിലും മനസ്സിലാവില്ല. അതുപോലെ നമ്മുടെ സ്വരൂപമാണ് ബർത്ത് എന്ന് പറയുന്നത് ഒരവസ്ഥയെ മാത്രമാണ്. ജന്മം എന്ന് പറയുന്നത് ഒരവസ്ഥയാണ്. ഈ ജന്മം, ഇതിനു മുമ്പ് പല അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒന്നും നമ്മളില്ലായിരുന്നു എന്ന് എങ്ങനെയാ കണക്കാക്കാൻ കഴിയുക? അതുകൊണ്ട് ജന്മസിദ്ധാന്തവും ഈ പരിണാമ സിദ്ധാന്തവും ഒക്കെ, ജന്മസിദ്ധാന്തത്തെ കുറിച്ച് പറയുമ്പോൾ പരിണാമ സിദ്ധാന്തത്തിന് അനുകൂലമായാണ്. ഡാർവിൻ്റെ ആണോ അല്ലേന്നല്ല, അതിന് മുമ്പ് തന്നെ പരിണാമ സിദ്ധാന്തം അംഗീകരിച്ചിരുന്നതാണ്. അതിപ്പോൾ ഡാർവിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് എല്ലാവരും പറയുന്നു, അതനുസരിച്ച് അത് പോകുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഭാഷാ പരിണാമത്തിലും ഭാഷയുടെ ജ്ഞാനത്തിലും വരുമ്പോൾ ജ്ഞാനത്തിന് ഉണ്ടാകാൻ മറ്റു പല വഴികളുമുണ്ട്. ഈ കേവലം പരിണാമത്തിൽ നിന്ന് മാത്രമല്ല, അതൊരു റിഫ്ലക്ഷൻ കൂടിയാണ്. ആ റിഫ്ലക്ഷൻ തിയറിയാണ് ഇവിടെ മനസ്സിൻ്റെ അവസ്ഥയിൽ പ്രതിബിംബിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ ആ അധികരണമാണ് അപൗരുഷേയ അധികരണം. വേദപ്രാമാണ്യമേവ വിഷയ വേദ പൗരുഷേയോ അപൗരുഷേയോ വാ ഇത് സംശയ. അത് ക്ലിയറായി. അപ്പോൾ ഇനി പൂർവപക്ഷം പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. വേദം പൗരുഷേയമാണോ അപൗരുഷേയമാണോ? കാഠക കൗധൂമാദീനി യതോ വേദശാഖാനാം നാമധേയാനി ഉപലഭ്യന്തെ അതഃ നിശ്ചിതം ഭവതി തത് യത് വേദാഃ കഠ കുധുമാദി പുരുഷൈരേവ നിർമ്മിതാഃ ഇതി പൂർവപക്ഷ. ഇവിടെയുള്ള സൂത്രങ്ങളുടെ എണ്ണം നോക്കണം. 27 മുതൽ 32 വരെയുള്ള സൂത്രങ്ങളാണ് ഈ അധികരണത്തിലുള്ളത്. അതിൻ്റെ സംക്ഷേപമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് പൂർവപക്ഷം പറയുന്നത്, വേദത്തിൽ നോക്കിയാൽ കാഠകം എന്ന ശബ്ദം വന്നിട്ടുണ്ട്. കഠ ഋഷി പരമ്പരയാൽ കഠപ്രോക്തം എന്നുള്ള രീതിയിലാണ് കാഠകം എന്ന് വന്നത്. അപ്പോൾ കഠൻ എന്ന പേരുള്ള ഋഷി അദ്ദേഹം പറഞ്ഞത് ആ ശാഖ കാഠകം എന്നായി. കൗധൂമാദി, കൗധൂമം എന്നൊരു ശാഖയുണ്ട്. ആ ശാഖ പറഞ്ഞത് കുധൂമ ഋഷിയാണ്, ഇതിൻ്റെ പേരാണത്. അപ്പൊ ഇതൊക്കെ വേദശാഖകളുടെ പേര് നോക്കുമ്പോൾ അതിൽ വന്നിരിക്കുന്ന നാമങ്ങൾ എന്താണ്? പുരുഷന്മാരുടെ, വ്യക്തികളുടെ, ഋഷികളുടെ നാമങ്ങളാണ്. അവരുണ്ടാക്കി എന്ന പേരിലാണത് പറയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് അപൗരുഷേയമാണ് എന്നെങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് പൗരുഷേയം തന്നെയാണ്. ഈ കഠ കുധുമാദി പുരുഷൈരേവ നിർമ്മിതാഹ, ഈ പുരുഷന്മാരാൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പൊ അതിന് സിദ്ധാന്തം പറയുകയാണ്, ഉക്താനി നാമധേയാനി അധ്യയന സമ്പ്രദായ പ്രവർത്തക സമാഖ്യത്വേനാപി ഉപപദ്യന്തേ. ഈ പേരുകൾ പറഞ്ഞതുണ്ടല്ലോ, ഈ പേരുകൾ പറഞ്ഞത് അധ്യയന പരമ്പരയെ കാണിക്കുന്നതാണ്.
ഈ നാമധേയങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, നാമധേയങ്ങള് ലൗകികം അലൗകികം എന്ന രണ്ട് വിധത്തിലുണ്ട്. ലൗകിക നാമധേയങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തെ, ആ ശാഖയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പേര് കൊടുത്തു. അത് തിരിച്ചറിവിനുള്ള ഒരു പേരാണ്. വേദത്തിന്റെ ഉച്ചാരണ സംഹിതാഭാഗത്തിലോ പദപാഠത്തിലോ വരുന്നതല്ല, അങ്ങനെ ഉച്ചരിക്കേണ്ടതല്ല. അപ്പൊ ഉച്ചാരണ ഭാഗത്ത് വരുന്ന പേരുകൾ ഉണ്ടാവും, അതിൽ ചില അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഇപ്പോ ചൈതന്യ ഉപനിഷത്തിലൊക്കെ നമുക്ക് കാണാം, ഋഷികളുടെ പേര് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ഋഷികളുടെ ജ്ഞാനം പരമ്പരാഗതമായി വന്നു എന്നാണ് അതിന് അർത്ഥമാക്കേണ്ടത്, അല്ലാതെ ആ ഋഷികൾ അതിനെ നിർമ്മിച്ചു എന്നല്ല. ഗായത്രി മന്ത്രത്തിന്റെ ദ്രഷ്ടാവ് വിശ്വാമിത്ര ഋഷിയാണ്. അതിനർത്ഥം വിശ്വാമിത്ര ഋഷി ഗായത്രി മന്ത്രം നിർമ്മിച്ചു എന്നല്ല. പിന്നെയോ വിശ്വാമിത്ര ഋഷി തൻ്റെ തപശക്തി കൊണ്ട് ആ ഗായത്രി മന്ത്രത്തെ അറിഞ്ഞു, ദർശിച്ചു, അത് ലോകോപകാരാർത്ഥം പിന്നെ പ്രചരിപ്പിച്ചു. അങ്ങനെയാണത് പറയുന്നത്. അതുകൊണ്ട് ഈ പേരുകൾ വന്നിരിക്കുന്നത് അധ്യയന സമ്പ്രദായത്തെ കാണിക്കുന്ന പ്രവർത്തക സമാഖ്യ, അവരുടെ പേരുകൾ എന്ന രീതിയിൽ ഉപപദ്യന്തെ. അതഃ സ്ഥാനി വേദസ്യ പൗരുഷേയത്വ സാധകാനി ന ഭവന്തി. അവ വേദത്തിന്റെ പൗരുഷേയത്വം സിദ്ധമാക്കാൻ യോഗ്യമല്ല. അഥച വേദകർത്ത കോപി ന ഉപലഭ്യത. ആരും വേദകർത്താക്കളാണ് എന്ന് പറഞ്ഞിട്ടില്ല, എവിടെയും വേദകർത്താക്കളായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഋഷികൾ തന്നെ പറയുന്നത് ഇതി ശുശ്രുമധീരാണാം യോനസ്തദ്വിജചക്ഷിരേ. ഓരോ വാക്യങ്ങളിലും ഓരോ സ്ഥാനത്തും അവർ പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ കേട്ടത്, ഇങ്ങനെ നമ്മൾ കേട്ടറിഞ്ഞു, അത് നാം നിങ്ങളോട് പറയുന്നു. അപ്പൊ പരമ്പരയെ സ്മരിച്ചുകൊണ്ടാണത് പറയുന്നത്. ഇപ്പൊ അകാരവർണ്ണത്തിന്റെ കഥ പറഞ്ഞതുപോലെ, അകാരവർണ്ണം ഉച്ചരിക്കുന്ന ആളോട് ചോദിക്കുകയാണ്, താങ്കളാണോ ഈ അകാരവർണ്ണം ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. ഞാനല്ല ഉണ്ടാക്കിയത്, ഞാനിത് കേട്ട് പഠിച്ചതാണ്. അങ്ങനെ ഓരോരുത്തരും കേട്ട് പഠിച്ചതാണ്. അപ്പൊ ഈ കേട്ട് പഠിക്കുന്നതിൽ ഓരോ വ്യക്തിയും പുനഃ അതിനെ പ്രകടിപ്പിക്കുന്നു എങ്കിലും കേട്ട് പഠിക്കുന്നത് പരമ്പരാഗതമായി വന്നതാണ്, ആർക്കും അവകാശപ്പെടാൻ കഴിയുന്നതല്ല. ഇന്ന് നമ്മൾ ഏതെങ്കിലും പുസ്തകം എഴുതിയാൽ അതില് വ്യക്തമായിട്ട് എഴുതുന്ന ആളിൻ്റെ പേരും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിരിക്കണം. അദ്ദേഹം എന്ത് പഠിച്ചു എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ ഒരു നിയമമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പേരെഴുതാതെ അനാമകമായിട്ട് ഗ്രന്ഥരചന അനുവദിക്കുന്നില്ല. അതിന് ആ പുസ്തകത്തിന് നമ്പരൊന്നും കൊടുക്കില്ല. മുമ്പ് അങ്ങനെ ചെയ്തിരുന്നു. എന്ത് വേണമെങ്കിലും എഴുതി വിട്ടിട്ട് പേരെഴുതാതെ വിടാമായിരുന്നു. അപ്പൊ ഇന്ന് അതിന് പരമ്പരയ്ക്ക് മാറ്റം വന്നു. അപ്പൊ ഇന്നത്തെ ബുദ്ധി വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പാശ്ചാത്യർ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഇത്രയും വലിയ വലിയ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ട് ഇവരെന്താ അവരുടെ പേരും ഡീറ്റെയിൽസും പരമ്പരയും ഒന്നും കൊടുക്കാതിരുന്നത്? പാശ്ചാത്യ ലോകത്തെ എപ്പോഴവർക്ക് ബോധം ഉണ്ടായോ, അവരിത് ചെയ്യാൻ തുടങ്ങിയോ, അപ്പോൾ തൊട്ട് ഗ്രന്ഥം എഴുതുന്നതോടൊപ്പം തന്നെ ഏതെങ്കിലും രീതിയിൽ അത് എഴുതുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. നമുക്കിവിടെ നേരെ തിരിച്ചായിരുന്നു. വലിയ വലിയ ഗ്രന്ഥങ്ങൾ എഴുതിയവരാരും അവരുടെ പേരെവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ശങ്കരാചാര്യ സ്വാമിജികൾ എഴുതിയ ഗ്രന്ഥങ്ങൾ, അതിൽ അദ്ദേഹത്തിൻ്റെ പേരെവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ പേര് രേഖപ്പെടുത്താത്തത് എന്താണ് എന്ന് നമ്മുടെ സംസ്കാരത്തിൽ അറിയുന്നവർക്ക് മാത്രമേ അതറിയാവൂ. എന്തുകൊണ്ടാണ് പേര് രേഖപ്പെടുത്താതിരുന്നത്? ഇന്നിപ്പോ പേര് രേഖപ്പെടുത്തുന്നത് എത്രയാണോ പ്രമാണമായിട്ട് കണക്കാക്കുന്നത്, നല്ലതായിട്ട് കണക്കാക്കുന്നത്, അതുപോലെ നേരെ തിരിച്ചായിരുന്നു അന്ന്. അന്ന് പേര് രേഖപ്പെടുത്തി ആരെങ്കിലും പറഞ്ഞാൽ അത് ഏറ്റവും മോശമായ കാര്യമായിരുന്നു. കാരണം എന്താണ്? ഈ ജ്ഞാനം പരമ്പരയായിട്ട് വന്നതാണ്, അത് തൻ്റേതാണ്, ഇത് ഞാൻ എഴുതിയാണ്, ഐ ആം ദ ഓഥർ എന്ന് പറയാൻ ആർക്കും അവകാശമില്ല, അവകാശപ്പെടാൻ കഴിയില്ല. അങ്ങനെ പറയുന്നത് ഒരു ഷെയിമായിട്ട്, ഒരു ലജ്ജയായിട്ടായിരുന്നു അന്ന് തോന്നിയിരുന്നത്. അതുകൊണ്ട് ജ്ഞാനം പ്രചരിപ്പിക്കുക എന്നത് മാത്രമേ ഉദ്ദേശമുള്ളൂ. ആരാ ജ്ഞാനം പ്രചരിപ്പിക്കുന്നു എന്നത് അറിയിക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. കാരണം ജ്ഞാനത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്, വ്യക്തിക്കല്ല. വ്യക്തി കേവലം മാധ്യമമാണ്. അപ്പൊ ആ മാധ്യമത്തിലൂടെ വരും.
ഇപ്പോൾ റേഡിയോ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അത് സംസാരിക്കും നമ്മോട്. റേഡിയോക്ക് ഞാനാണ് സംസാരിക്കണം എന്നുള്ള അഭിമാനം ഉണ്ടായാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ എവിടുന്നോ പ്രക്ഷേപണം ചെയ്തത് റേഡിയോ ഒരു മാധ്യമം, അതിലൂടെ അത് പ്രകടമായി എന്നതായിരുന്നു നമ്മുടെ ജ്ഞാനത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ്. ഇതാണ് വേദത്തിന്റെ നിത്യതയ്ക്ക് കാരണം. അങ്ങനെ ആരും പറയാതിരുന്നത് അതുകൊണ്ടാണ്. പിന്നെ പക്ഷപ്രതിപക്ഷങ്ങൾ പറയണത് എന്തിനെന്ന് വെച്ചാൽ, ചില സന്ദർഭങ്ങളിൽ അങ്ങനെ പറയും. ഇപ്പൊ സൂത്രരചനയിലും ദർശനശാസ്ത്രങ്ങളിലും ഒക്കെ അത് വ്യക്തമാണ്. ഒരാളുടെ പക്ഷം പറയുമ്പോൾ അയാളുടെ പേരെടുത്ത് പറയും. അത് ഋഷികളോടുള്ള ആദരവ് കാണിക്കാൻ മറ്റൊരാൾ പറയുന്നതായിരിക്കും. അങ്ങനെ ആദരവ് കാണിക്കാൻ പറയാറുണ്ട്. അപ്പോൾ എവിടെയൊക്കെ അത് വന്നിട്ടുണ്ടോ ഭാഷ്യത്തിൽ നോക്കിയാൽ അറിയാം. അപ്പോൾ വ്യാകരണ ഭാഷ്യത്തിൽ നോക്കൂ, ഒരുപാട് ഋഷികളുടെ പേരുകൾ വന്നിട്ടുണ്ട് സൂത്രത്തിൽ തന്നെ. അതെന്തിനാണ് ആ ഋഷിയുടെ പേരെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദരവിന് വേണ്ടിയിട്ടാണ്. ലോപ ശാകല്യസ്യ, അപ്പൊ ശാകല്യ ഋഷിയുടെ പേരെടുത്തു. അപ്പൊ അങ്ങനെ ആ ഋഷി കണ്ടെത്തിയത് എന്ന് അറിഞ്ഞത് അവിടെ ഓർമ്മിക്കുന്നു. അല്ലാതെ ആ ഋഷിയുടെ പേര് നമുക്ക് പരിചയപ്പെടാൻ ഏതൊരു വഴിയില്ല. അപ്പൊ ഇതാണ് രണ്ട് രീതി. ഇതിൽ നമ്മൾ ഇന്നത്തെ പ്രത്യയജ്ഞാനം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ കാര്യം നമുക്ക് മനസ്സിലാകുകയില്ല. അപ്പൊ അതില് ആരെങ്കിലുമൊക്കെ അവരവരുടെ പേരിടും. പിന്നെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊക്കെ വ്യാഖ്യാനം ഉണ്ടാക്കിയവര് ചില വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോ അവർക്ക് തോന്നി ഇതിൽ പേരില്ലല്ലോ, ഇത് അനാമികമാണ്, എന്നാൽ നമ്മുടെ പേരിട്ടിരിക്കാം എന്ന് തോന്നിയവരുണ്ടായിരിക്കും. അങ്ങനെ ചിലവര് പേരുകൾ ഇട്ടിട്ടുണ്ടാകാം. പക്ഷെ ശിഷ്ടാചാരം അനുസരിച്ച് ആരും അങ്ങനെ ചെയ്യില്ല. സാമാന്യ മര്യാദയുള്ളവരാരും മറ്റൊരാളുടെ എഴുത്ത് അല്ലെങ്കിൽ ആ കൃതി എടുത്ത് തൻ്റെ പേരിടില്ല. ഇപ്പോൾ അതിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമം കൊണ്ടുവന്നു. ഇപ്പോൾ PhD ഒക്കെ ചെയ്ത് PhD ചെയ്യുന്ന എല്ലാ തീസിസും യൂണിവേഴ്സിറ്റി ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുന്ന രീതിയാണുള്ളത്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് അറിയില്ലായിരുന്നു. 2 വർഷം മുമ്പ് നമ്മളൊരാൾ പറഞ്ഞതാണ്. അതിലെ പണ്ട് ആൾക്കാർ ചെയ്തിരുന്നത്, തീസിസ് എഴുതാൻ വേണ്ടിയിട്ട് കുറേ പുസ്തകങ്ങൾ കുറച്ച് പേരെടുത്ത് കളക്ട് ചെയ്യും. അവർ 10-20 പുസ്തകം കളക്ട് ചെയ്ത് ഒരിടത്തിരുന്ന് ആ പുസ്തകത്തിൽ നിന്ന് ഈ പുസ്തകത്തിൽ നിന്ന് അതൊക്കെ എടുത്ത് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ശബ്ദമൊക്കെ മാറ്റിയിട്ട് എഴുതുമായിരുന്നു. ഇപ്പം ആ പരിപാടി നടക്കില്ല. അങ്ങനെ എഴുതി ഓൺലൈനിൽ ഇട്ട് കഴിയുമ്പോൾ അപ്പം തന്നെ അത് പറയും, ഇത് ആ പുസ്തകത്തിലുള്ളതാണ്, ആ ഇതിലുള്ളതാണ്, ആ പിന്നെ തീസിസിലുള്ളതാണ്, ഈ തീസിസിലുള്ളതാണ്, നിങ്ങളെ തീസിസിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അത് റിജക്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് അത് ഇടണമെന്ന് പറഞ്ഞു പാസ്സാകുന്ന തീസിസൊക്കെ അത് ഇടും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളെക്കുറിച്ച് സ്റ്റഡി നടക്കുന്നതൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ കിട്ടാനുള്ള വ്യവസ്ഥയുണ്ട്. കാരണം എന്താണ്? ഇത് നമ്മുടെ ഒരു സ്വഭാവമായി. ഇപ്പോൾ PhD ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്, എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ PhDയിൽ ചെയ്യുന്നതിൽ വിശേഷ വിഷയം വേണം, ഇതുവരെയും പറയാത്ത വിഷയം വേണമെന്ന് നിർബന്ധമാണ്. കാരണം റിസർച്ച് ചെയ്ത് നിങ്ങൾ പുതിയത് എന്തെങ്കിലും കണ്ടുപിടിക്കണം. പക്ഷെ നമ്മുടെ വേദത്തിൻ്റെയും വ്യാഖ്യാനങ്ങളുടെ കാര്യം പറയുമ്പോൾ ഇവിടെ നേരെ തിരിച്ചാണ്. പുതിയത് എന്തെങ്കിലും പറഞ്ഞാൽ അത് പ്രമാണമല്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ ഉള്ളതായിരിക്കണം. അതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു രീതി കണ്ടെത്താം. പക്ഷെ നേരത്തെ ആരും പറയാത്തത്, ഋഷിമാരുടെ ദർശനത്തിൽ വരാത്തത്, വേദത്തിലും ശാസ്ത്രത്തിലും എവിടെയും പറയാത്തത് ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ നമുക്ക് അവകാശമില്ല. അങ്ങനെ ഉച്ചരിച്ചാൽ അത് തെറ്റാണ്. ഒരു ആശയം നമ്മൾ പറയുകയാണ്, കേൾക്കുന്നവർ ചോദിക്കും, ഇത് നല്ല ആശയമാണ്, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്, പക്ഷെ ഇത് എവിടെയാ പറഞ്ഞിരിക്കുന്നത്, ഇതിനെന്താ പ്രമാണം, ഇത് ആരിൽ നിന്ന് കേട്ടു, എങ്ങനെ അറിഞ്ഞു? അപ്പൊ നേരത്തെ പറഞ്ഞതായിരിക്കണം, അറ്റ്ലീസ്റ്റ് തൻ്റെ ഗുരുവെങ്കിലും പറഞ്ഞതായിരിക്കും. അപ്പൊ അത്ര ആചാര്യാഹ എന്ന് ചില സ്ഥലത്ത് വ്യാഖ്യാനങ്ങളിൽ കാണാം. നമ്മളൊക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ അങ്ങനെ എഴുതാറുണ്ട്, അത്ര ആചാര്യാഹ, നമ്മുടെ ആചാര്യപാദം അങ്ങനെ പറയുന്നു. അപ്പൊ ഈ വിഷയത്തിൽ ഇതാണ് ചെറിയ കണ്ടെത്തൽ. ഒരുപാട് സ്ഥലത്ത് വ്യാകരണ വ്യാഖ്യാനങ്ങളിലൊക്കെ, സംസ്കൃത വ്യാഖ്യാനങ്ങളിൽ ഇങ്ങനെ കാണും, ആചാര്യപാദാഹ. ന്യായത്തിന്റെ വ്യാഖ്യാനത്തിലും കാണും, ഇത് ആചാര്യപാദാഹ, നമ്മുടെ ആചാര്യൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതല്ലാതെ ഒരു പുതിയ സാധനം പ്രകടിപ്പിക്കാൻ പറ്റില്ല, അങ്ങനെ പുതിയ സാധനം ഉണ്ടാക്കാനും പറ്റില്ല. ഇത് രണ്ടും കൂടെ യോജിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ യോജിപ്പിക്കുന്ന അവസ്ഥയിൽ ആർക്ക് അവകാശപ്പെടാൻ പറ്റും ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന്? അങ്ങനെ വരുമ്പോഴാണ് ഈ കൃതിയുടെ കർത്തൃത്വത്തിൽ അവകാശം വരാതെ പോകുന്നതും പേരില്ലാതെ പോകുന്നതും. കാളിദാസൻ ഇത്രയൊക്കെ കൃതികൾ എഴുതിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ആലോചിച്ച് നോക്കാം, ഇത്രയും വലിയ മഹാകവി കാളിദാസൻ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പേര് അദ്ദേഹത്തിൻ്റെ അവസ്ഥയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് കൃതികളിൽ. പക്ഷേ ഓരോ കൃതിയിലും ഇല്ല, അതെവിടെയോ ഒരു അവസരത്തിൽ സൂചന കൊടുക്കുന്നു എന്ന് മാത്രം.
അപ്പോൾ കാളിദാസന്റെ കാലത്ത് പോലും അതങ്ങനെയായിരുന്നു. പിന്നെ അതിന് പിന്നേക്ക് നോക്കുമ്പോൾ അതായിരിക്കും. അപ്പൊ ഇതാണ് ഇവിടെ അനുസ്മരണമില്ല എന്ന് പറയുന്നത്. അതായത് അപൗരുഷേയമാണ് വേദം എന്ന് പറയാൻ കാരണം വേദകർത്ത കോപിന ഉപലഭ്യതേ, വേദത്തിന്റെ കർത്താവായിട്ട് ആരെയും പറയപ്പെട്ടിട്ടില്ല. ഇപ്പൊ മഹാഭാരതത്തിന്റെ കർത്താവായിട്ട് പറയപ്പെട്ടിട്ടുണ്ട്, രാമായണത്തിന്റെ കർത്താവ് പറയപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ പൗരുഷേയങ്ങളാണ്. അതിൽ പേര് വരാം, പറയാം. അവർ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയാം. മഹാഭാരതം എഴുതിയത് വ്യാസനാണെന്ന് പറയാം. പക്ഷേ വേദത്തില് വേദസംബന്ധമായി ഇതുവരെയും എവിടെയും പറയപ്പെട്ടിട്ടില്ല. അപ്പൊ അപൗരുഷേയത്വാദേവച്ച് പുരുഷ അപരാധജന്യ ദോഷാശങ്ക സംഭവാത് സിദ്ധം ഭവതി വൈദിക വിധിവാക്യാനാമേവ ധർമ്മ അവബോധനം പ്രതി പ്രാമാണ്യമിതി സിദ്ധാന്തഃ. അതുകൊണ്ട് ഈ ധർമ്മ അവബോധനത്തിന് വേദം തന്നെ പ്രമാണമെന്ന് ഇവിടെ ഈ രീതിയിൽ നമുക്ക് സ്ഥാപിക്കാം. അപ്പൊ ഇവിടെ 2-3 കാര്യങ്ങൾ വ്യക്തമായിട്ട് ഓർമ്മിക്കേണ്ടത്. ഒന്ന്, ഈ പൗരുഷേയം അപൗരുഷേയം എന്നതിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ. പൗരുഷേയം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ വ്യക്തികൾ ഉച്ചരിക്കുന്നില്ല എന്നല്ല അർത്ഥം. പൗരുഷേയം എന്ന് പറഞ്ഞാൽ വ്യക്തികൾ ഉച്ചരിക്കും, പക്ഷേ അത് വ്യക്തികളുടേതല്ല. വേദാധ്യയനം സർവം ഗുരുവധ്യയന പൂർവകം, അതാണ് അപൗരുഷേയത്തിന് കാരണം. അതിന് വേദാന്ത പരിഭാഷയിലൊക്കെ സജാതീയ ഉച്ചാരണ അനപേക്ഷ ഉച്ചാരണ വിഷയത്വം എന്ന് ലക്ഷണം കൊടുത്തിട്ടുണ്ട്. സജാതീയ ഉച്ചാരണ അനപേക്ഷ ഉച്ചാരണ വിഷയത്വം പൗരുഷേയത്വം എത്ര തന്നെ ഭവതി തഥാ പൗരുഷേയം. സജാതീയമായ ഉച്ചാരണം മുമ്പുണ്ടാകാതെ പിന്നെ ഉച്ചരിക്കുകയാണെങ്കിൽ അതിനെ പൗരുഷേയം എന്ന് പറയും. സജാതീയമായ ഉച്ചാരണം മുമ്പുണ്ടായിരുന്നിട്ട് അത് തന്നെ ഉച്ചരിക്കുകയാണെങ്കിൽ അതിന് പൗരുഷേയം എന്ന് പറയും. ഇന്നും വേദോച്ചാരണത്തിന് പ്രമാണം ആരാണ്? വേദം ഗുരുവിൽ നിന്ന് ആചാര്യനിൽ നിന്ന് കേട്ട് പഠിച്ച് ഉച്ചരിക്കുന്നവരാണ് വേദോച്ചാരണത്തിന് വേദപാഠകം വേദപാഠികൾ എന്ന് പറയുന്നത്. അവരെ ഇന്നും കർമ്മകാണ്ഡത്തിന് വിളിക്കുള്ളൂ. അല്ലാതെ വേദത്തിന്റെ പുസ്തകങ്ങൾ മുഴുവൻ പഠിച്ചിട്ടുണ്ട്, ഇതേപോലെ മീമാംസാ ശാസ്ത്രം പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കർമ്മകാണ്ഡത്തിന് വിളിക്കില്ല. അത് മാത്രമല്ല, ശരിക്കുള്ള കർമ്മകാണ്ഡത്തിന് ചോദിക്കും, എത്ര വയസ്സിലാണ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയത്? ആ ഷോഡശ സംസ്കാരങ്ങളുടെ ക്രമത്തിൽ സമയത്തും കാലത്തും തന്നെയാണോ പഠിച്ചത്? അല്ലാതെ 18 വയസ്സായി 20 വയസ്സായി വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പഠിച്ചത്? അവരെ വേദോച്ചാരണത്തിന്റെ പങ്ക്തിയിൽ ഇരുത്തില്ല. ഇന്നും അങ്ങനെയാണ്. ഇരുത്തിയാൽ പ്രശ്നമാവും. അപ്പൊ അത് അങ്ങനെ ഇതുവരെയും പാലിച്ചു വരുന്നുണ്ട്. ഇത്രയും അഭാവം, ഇത്രയും കഷ്ടസ്ഥിതി വന്നിട്ടും ആ പരമ്പര അങ്ങനെ തന്നെ ഭാരതത്തിൽ ഉടനീളം നടക്കുന്നുണ്ട്. അപ്പൊ ഉടനീളം നടക്കുമ്പോൾ എല്ലാവരും പറയും ഇത് തമ്മിൽ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന്. തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇതാണ് ഏറ്റവും വലിയ ആശ്ചര്യം. ഈ എല്ലാ സ്ഥലത്തും ഈ പരമ്പര ഇങ്ങനെ തന്നെ തുടരുന്നതിൽ ഇവരെല്ലാവരും കൂടെ കൂടിയിരുന്ന ഒരു മീറ്റിംഗ് കൂടി എന്നോ എവിടെയും നമ്മുടെ ഹിസ്റ്ററിയിൽ എഴുതിയിട്ടില്ല. അപ്പൊ വിദേശത്തെ ആൾക്കാർ എഴുതിയ ഹിസ്റ്ററിയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അതിൽ പോലും അവർ എഴുതിയിട്ടില്ല. ഇവരെല്ലാവരും കൂടെ, എല്ലാ വേദം പഠിക്കുന്നവരും കൂടെ ഒരിക്കലും ഒരു സ്ഥലത്ത് കൂടി എന്നിട്ട് തീരുമാനിച്ചു നമ്മൾ ഇനി ഈ ഫോർമുലയിലായിരിക്കും പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രശ്നത്തിലാവും എന്ന് പറഞ്ഞ് സംഘടന ഉണ്ടാക്കി. ഇപ്പൊ ഇന്ന് എല്ലാത്തിനും സംഘടനയാണല്ലോ. അങ്ങനെ സംഘടനയോ സംഘമോ ഒന്നും അവരുണ്ടാക്കിയിട്ടേ ഇല്ല. ഉണ്ടാക്കാതെയാണ് ഈ പരമ്പര നടക്കുന്നതെന്ന് വന്നാൽ അതിലെന്തോ ഒരു സത്യമുണ്ട്. ഇന്നുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ലെവലും ഒരു 100 വർഷം മുമ്പുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ലെവൽ, ഒരു 1000 വർഷം മുമ്പുണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ്റെ രീതി ഒന്ന് ആലോചിച്ച് നോക്കും. എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു? ഇവിടുന്ന് നടന്നു പോകാൻ തന്നെ കാടുകളും നദികളും ഒക്കെ താണ്ടണമായിരുന്നു. ഒരാൾ ഇവിടെ നിന്ന് നടന്ന് കാശിയിലെത്തുന്നത് അത്ഭുതമായിരുന്നു അന്നത്തെ കാലത്ത്. കാരണം ഇതിനിടയ്ക്ക് പല കാടുകളൊക്കെ ഉണ്ടാവും. അവിടെ വല്ല പുലിയും സിംഹവും ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ കാശിക്ക് പോയാൽ പിന്നെ തിരിച്ചു വരവുണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് കാവി കൊടുത്ത് കാശിക്ക് പോകണമെന്നാണ് പറഞ്ഞിരുന്നത് പണ്ട്. കാരണം എന്താണ്? അയാൾ പോയി എന്ന് കണക്കാക്കുക, തിരിച്ചു വന്നാൽ ഭാഗ്യം. അപ്പൊ അത്രയും ബുദ്ധിമുട്ടുള്ള കാലത്തായിരുന്നു, അത്രയും ബുദ്ധിമുട്ടുള്ള കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നമുക്ക് പറയാം, ഇപ്പൊ വേദം എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഇപ്പൊ യൂട്യൂബിൽ അല്ല എന്താ പറയുന്നത്, ഗൂഗിൾസിലും യൂട്യൂബിലും നോക്കിക്കഴിഞ്ഞാൽ വേദമൊക്കെ അപ്പം തന്നെ പ്രകടമാകും. എവിടെയാണ് ഇപ്പൊ വേദത്തിന്റെ കാര്യം നടക്കുന്നത് അതൊക്കെ നമുക്ക് അപ്പം തന്നെ അറിയാം. ഈ കാലം വേറെ, ആ കാലം വേറെ. അപ്പൊ അതിന്റെ നിയമങ്ങൾ ഇന്നും
പരമാവധി പാലിക്കപ്പെടുന്നുണ്ട് എന്ന് അറിയുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നും. എതിരേ ഉണ്ടായിട്ടുള്ളൂ. ഇതിന് സഹായിക്കുന്ന ഒരു ചരിത്രം ഈ അടുത്ത ആധുനിക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എല്ലാ വന്ന ഭരണാധികാരികളും എതിർത്തു, എല്ലാ വന്ന വലിയ വലിയ സംഘടനകളും എതിർത്തു, വലിയ വലിയ മതങ്ങൾ വന്ന് അറ്റാക്ക് ചെയ്തു, പട്ടികവരെയൊക്കെ കൊന്നു, ഓട്ടിക്കേണ്ടവരെയൊക്കെ ഓട്ടിച്ചു, ഒക്കെ ചെയ്തു. അക്രമങ്ങളുടെ അങ്ങേയറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഗ്രന്ഥങ്ങളെയൊക്കെ നശിപ്പിച്ചു. ഇതൊക്കെ ചെയ്തതിന് ശേഷവും ആ പരമ്പരയുടെ സ്വരൂപം ഇന്നും അവർ അംഗീകരിക്കുന്നുണ്ടെന്നുള്ള, അത് ചെയ്യുന്നുണ്ടെന്നുള്ളത് അത്രയും വിശ്വാസവും ആ പാരമ്പര്യത്തിൻ്റെ ആ തനിമ നിലനിർത്തണമെന്നുള്ള സമർപ്പണവും മാത്രമാണ്. അതുകൊണ്ട് അങ്ങനെ ആ നിൽക്കുന്നതിനെ നമ്മൾ വൈദികര്, ധർമ്മത്തിന്, ഹിന്ദു മതം എന്നൊക്കെ പറയുന്നവരെ ഇപ്പോൾ നമസ്കരിക്കണം. കാരണം അത് അത്രയും ആശ്ചര്യമാണ് അതിതുണ്ടായിരിക്കുന്നു എന്നുള്ളത്. വേദ സംരക്ഷണത്തിനും സംരക്ഷിച്ചാലേ ഇവിടെ പ്രമാണം ഉണ്ടാകുകയുള്ളൂ. പ്രമാണം ഉണ്ടായാലേ ആചാരം നിലനിൽക്കുകയുള്ളൂ. ആചാരം നിലനിന്നാലേ സമൂഹം നിലനിൽക്കുകയുള്ളൂ. സമൂഹത്തിൻ്റെ ഉന്നതി അതുകൊണ്ടേ ഉണ്ടാവുകയുള്ളൂ. ദേശം അതുകൊണ്ടേ നിലനിൽക്കുകയുള്ളൂ എന്ന് കണ്ടെത്തിയിട്ടാണ് വേദത്തെ സംരക്ഷിക്കാൻ അവർ ഇത്രയും പ്രയാസമൊക്കെ ചെയ്തിരുന്നത്. ആ വ്യവസ്ഥ സമൂഹത്തിൻ്റെ വ്യവസ്ഥ അങ്ങനെ ഉണ്ടാക്കിയിരുന്നത് അതിനുകൊണ്ടാണ്. അപ്പം ഇതിനെക്കുറിച്ച് ഈ അപൗരുഷേയ അധികരണത്തെക്കുറിച്ച് തന്നെ നാളെ നമ്മൾ വീണ്ടും സംസാരിക്കും. ഇതിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുണ്ട് ഇനി വരുന്ന ഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, വേദത്തിൻ്റെ സ്വരൂപം, അതിൻ്റെ ലക്ഷണ സംബന്ധമായ കാര്യങ്ങൾ. അതിലിപ്പോൾ ശബ്ദനിത്യത്തെക്കുറിച്ചും പൗരുഷേയത്തെക്കുറിച്ച് പറഞ്ഞതിൽ ശങ്കരാചാര്യ സ്വാമിജികളും മറ്റും പറഞ്ഞത്. അതുപോലെ വേദശാഖകൾ, ഇപ്പം വേദശാഖകൾ വച്ചിട്ടാണ് സംശയം വരുന്നത്. ഇപ്പോൾ വേദശാഖകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ വന്ന ശാഖയ്ക്ക് വരുന്ന വ്യത്യാസങ്ങൾ എന്താണ്, അതിൻ്റെ ഭേദം എന്താണെന്നുള്ളൊരു സാമാന്യ ജ്ഞാനം. വളരെ വിസ്തരിച്ച് പറയേണ്ട വിഷയമാണ്. പക്ഷേ നമുക്ക് അത്യാവശ്യം വേണ്ട ചില അറിവുകൾ ഇത് സംബന്ധിച്ച് വേണം. അപ്പോൾ അതിനെ നാളെ നമ്മൾ ചിന്തിക്കാം.